ഞങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പ്രാർത്ഥന ഇവിടെ ആയിരിക്കുമ്പോൾ ശുശ്രൂഷയ്ക്കായി തൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യത്തിനായിട്ട് ഞാൻ ഇന്ന് രാത്രിയും കർത്താവിന് നന്ദി പറയുന്നു. ദൈവ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് തരുന്ന ഈ നല്ല അവസരങ്ങൾക്കും ഭാഗ്യങ്ങൾക്കുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ബഹുമാന്യ കർത്തുദാസൻ, പ്രിയ ശാങ്കുട്ടി പാസ്റ്റർ, പ്രത്യേകിച്ച് പ്രിയ ദൈവദാസന്മാർ, എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ആത്മീയ കൂട്ടായ്മയിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം അത് ഞാൻ വിലമതിക്കുന്നു. കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുന്ന ഒരാത്മീയ സമൂഹത്തോടൊപ്പം കർത്താവിനെ ഉയർത്തുവാൻ ദൈവം തന്ന കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ഒന്നിച്ച് രാത്രി സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ ഞാൻ തിരുവെഴുത്തുകളിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കും, ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കും. അങ്ങനെയുള്ള ആഗ്രഹത്തോടെ നമുക്ക് തിരുവെഴുത്തുകളുടെ മുമ്പിലേക്ക് അടുത്ത് വരാം. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ ഒരുമിച്ച് വായിക്കാൻ താല്പര്യപ്പെടുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ ഒരുമിച്ച് വായിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. മതി, അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു. കർത്താവ് ഈ കാലങ്ങളിൽ എന്നോട് സംസാരിച്ച ഒരു തിരുവെടുത്താണിത്. ഞാൻ സാധാരണ പൊതുവേ പങ്കുവെക്കുന്ന വേദഭാഗങ്ങൾ പൊതുവേ ലേഖനങ്ങൾക്കകത്തുനിന്നാണ്. എൻ്റെ ഒരു 90% പ്രസംഗങ്ങളും പോകുന്നത് ലേഖനങ്ങൾക്കകത്തു നിന്നാണ്. എന്നാൽ ചില ഇതുപോലെയുള്ള തിരുവെടുത്തുകൾ ഗൗരവമായിട്ട് ചിന്തിക്കാൻ കർത്താവ് അതത് കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നിയോഗം തരുമ്പോൾ അതിനെ വായിക്കാനും ധ്യാനിക്കാനും കർത്താവ് അവിടെ കൂടെ സംസാരിക്കാനും ഒക്കെ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അങ്ങനെ ദൈവം എന്നെ വ്യക്തിപരമായി പിടിച്ചു കുലുക്കിയ ഒരു തിരുവെടുത്താണ് ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. പ്രത്യേകിച്ച് യോശിയാവെന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഒരു രാജാവിനെ സംബന്ധിയായിട്ടുള്ള ഒരു തിരുവെടുത്തുകളിലേക്കാണ് നമ്മൾ ഒരുമിച്ച് വരുന്നത്. ഇവിടെ അദ്ദേഹത്തെപ്പറ്റി പറയുന്ന ഒരു ടെസ്റ്റിമണി, അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു. ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ് യോശിയാവെന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു ജനറേഷനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു തലമുറയെ നമുക്ക് കാണാം. ആ തലമുറയുടെ പ്രതീകമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഈ യോശിയാവെന്ന് പറയുന്ന മനുഷ്യൻ. ശരിക്കും ആ യോശിയാവിൻ്റെ കാലഘട്ടത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഈ യോശിയാവിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദേവാലയങ്ങൾ അശുദ്ധമാക്കപ്പെട്ട കാലഘട്ടങ്ങൾ, ഏറ്റവും അധികം തിന്മ വ്യാപരിക്കുന്ന ഒരു കാലഘട്ടങ്ങൾ, ജനം ദൈവവഴി വിട്ട് ലോകത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തൊരു കാലഘട്ടങ്ങൾ, മനഃപൂർവമായും ദൈവ ഇഷ്ടത്തിനകത്തുള്ളവർ സഞ്ചരിച്ച, കൊട്ടാരം സ്പോൺസർ ചെയ്യപ്പെട്ട അന്യാരാധന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടങ്ങൾ. ഇത് ജനം പ്രോത്സാഹിപ്പിച്ചതല്ല, കൊട്ടാരം സ്പോൺസേഡ് വിഗ്രഹാരാധനകൾ നടക്കുന്നൊരു കാലഘട്ടങ്ങൾ, അന്യായമായ രീതിയിൽ ആരാധന കേന്ദ്രങ്ങൾ നിർമ്മിക്കപ്പെട്ടൊരു കാലഘട്ടങ്ങൾ, ദൈവ വ്യവസ്ഥിതിക്കകത്തുനിന്ന് ഒരു തലമുറ തകർന്നു പോയ കാലഘട്ടങ്ങൾ, കൊട്ടാരത്തിനകത്തും ദൈവസാന്നിധ്യത്തിനപ്പുറത്തേക്കും മറ്റു പലതും ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. ഇതിൻ്റെ നടുവിലാണ് ഒരു രാജാവിനെ പറ്റി ദൈവം പറയുന്നത്, അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഇനി ഞാൻ അടുത്തൊരു പദം പറയാം. ഈ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ അവൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ മൊത്തത്തിലൊരു സാധ്യതയില്ല. കാരണം പൊതുവേ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ നടപ്പുമൊക്കെ വരുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ തരംഗത്തിനൊപ്പമാണ്. പക്ഷേ ഈ മനുഷ്യൻ്റെ പ്രത്യേകത, തൻ്റെ 2 കാലഘട്ടം പുറകോട്ട് നോക്കിയാൽ, തൻ്റെ അപ്പനും തൻ്റെ വല്യപ്പനെയും നോക്കിയാൽ ഒരിക്കലും ഇങ്ങനൊരു ടെസ്റ്റിമണി പറയാൻ, ഇങ്ങനൊരു അനുഭവത്തിന് ഈ മനുഷ്യന് കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ തൻ്റെ അപ്പനും തൻ്റെ വല്യപ്പനെയും നോക്കിയാൽ അങ്ങനൊരു ടെസ്റ്റിമണിക്ക് ഒരു സാധ്യതയുമില്ല.
പക്ഷേ അതിൻ്റെ നടുവിലാണ് അദ്ദേഹം എടുത്ത തീരുമാനം. അവൻ യഹോവയോട് ഒപ്പം നടന്നു, ദൈവത്തിൻ്റെ വഴി നടന്നു. ഇനി ഞാൻ നിങ്ങളെ ഒരു 2 തലമുറ പുറകിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പേര് ആമോൻ, ഇദ്ദേഹത്തിൻ്റെ വല്യപ്പൻ്റെ പേര് മനശ്ശെ, മനശ്ശെയുടെ അപ്പൻ്റെ പേര് ഹിസ്കിയാവ്. നമുക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് ഹിസ്കിയാവ്. എന്നാൽ ഈ ഹിസ്കിയാവിൽ തുടങ്ങിയ ഒരു പ്രശ്നമാണ് തൻ്റെ കൊച്ചുമകൻ്റെ മകനായ ഈ യോശിയാവിലെത്തി നിൽക്കുന്നത്. ഹിസ്കിയാവിൽ തുടങ്ങിയ ഒരു വെല്ലുവിളിയാണ്. എന്താണ് ഹിസ്കിയാവിൽ തുടങ്ങിയ വെല്ലുവിളി? നമുക്കറിയാം, ഇസ്രായേലിൻ്റെ മിടുക്കനായ ഒരു രാജാവ് ഹിസ്കിയാവ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് പാണ്ഡികശാലകൾ പണിയപ്പെട്ട, ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന, അടുത്തത് ഈ കൊച്ചുമകനെ പോലെ തന്നെ ദൈവത്തിൻ്റെ വഴി നടന്നൊരു മനുഷ്യനായിരുന്നു ഹിസ്കിയാവ്. കാരണം അവനെപ്പറ്റി 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം പറയുന്നൊരു പദമുണ്ട്. അതിൻ്റെ 5-6 വാക്യങ്ങൾ വരുമ്പം അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ആശ്രയിച്ചു. അവന് മുൻപും പിൻപും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്ന്, ഞാൻ വായിക്കുന്നതുകൊണ്ട് നിങ്ങൾ വായിക്കാതിരിക്കുന്നതാണോ അതോ പുള്ളി വായിച്ചോട്ടെന്നുള്ളതിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ? അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി തീർന്നു. ശരിക്കും വളരെ പോസിറ്റീവായിട്ടാണ് ആര് പറയുന്നത്? ദൈവം ഈ മനുഷ്യനെ പറ്റി എഴുതി വളരെ പോസിറ്റീവ് എഴുതുക. അവൻ യഹോവയുടെ വഴിയിൽ നടന്ന മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞ് ആ പടിമുറ്റം വിട്ടുപോകുന്നതിന് മുമ്പേ തിരിച്ചു വന്ന് ദൂത് മാറ്റി അവന് ആയുസ് 15 വർഷം കൂടെ ദീർഘമാക്കി കൊടുത്തു. ഇതെല്ലാം സംഭവങ്ങളാണ്. പക്ഷേ ഒരു ഇൻസിഡൻറ്റ് ഒരു പക്ഷേ അലക്ഷ്യമായുള്ള അവൻ്റെ ഒരു മനോഭാവം, അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അത് പിൽത്തലമുറകൾക്ക് വരുത്തിയ വലിയൊരു വെല്ലുവിളിയുണ്ട്. ഞാൻ നിങ്ങളെ യെശയ്യാ പ്രവചനത്തിൻ്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകുകയാണ്. അതിൻ്റെ 39-ാമത്തെ അധ്യായം ഒന്ന് എടുക്കണം. 39-ാമത്തെ അധ്യായം, അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചാട്ടെ. യെസ്, അടുത്തത്. മതി. നിങ്ങൾ ശ്രദ്ധിച്ചേ പദം. ഇതെന്താ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നറിയോ? ഈ മനുഷ്യൻ അസുഖം വന്നു, അസുഖം ഭേദമായി ദൈവം ആയുസ് നീട്ടിക്കൊടുത്തപ്പോൾ ഇതറിഞ്ഞ ബാബേൽ രാജാവായ മോരക് ബലദാൻ അവരുടെ കുറച്ച് ആൾക്കാരെ കുറച്ച് ഗിഫ്റ്റും കൊണ്ട് ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് അയച്ചു. ഈ ഗിഫ്റ്റ് കൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിക്ക് ദൈവിക നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഗിഫ്റ്റിനകത്ത് പുള്ളി വല്ലാതെ എന്ത് ചെയ്തു? അങ്ങ് സന്തോഷവാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ അരമനയും തനിക്കുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ബാബേലിലെ പ്രതിനിധികളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? മുഴുവൻ കാണിച്ചു. ഇത് മുഴുവൻ കാണിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് യെശയ്യാ പ്രവാചകൻ വന്നിട്ട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ബാബേലിൽ നിന്ന് വന്നവരോട് നിൻ്റെ കൊട്ടാരത്തിൽ, നിൻ്റെ അരമനയിലുള്ളതെല്ലാം നീ കാണിച്ചോ? അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, അവരെ ഇനി ഞാൻ എൻ്റെ കൊട്ടാരത്തിലും എൻ്റെ അരമനയിലും കാണിക്കാത്തതായിട്ട് ഒന്നുമില്ല, മുഴുവൻ ഞാൻ കാണിച്ചു. പുള്ളി ഭയങ്കര ഒരു ക്രെഡിറ്റിലാണ് സംഭവം പറഞ്ഞത്. പക്ഷേ യെശയ്യാ പറഞ്ഞൊരു പദമാണ് നമ്മളിവിടെ വായിച്ചത്. നീ അത് ചെയ്തതുകൊണ്ട് നിൻ്റെ തലമുറയിലും നിൻ്റെ ജനതയിലും നിൻ്റെ രാജ്യത്തു നിന്നുള്ള നിൻ്റെ തലമുറകളെ ഉൾപ്പെടെ ഷണ്ണന്മാരായിട്ട് പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു കാലം വരും. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇങ്ങനൊരു ദൂത് ഒരപ്പൻ കേട്ടാൽ എങ്ങനെ പ്രതികരിക്കണം? ഇങ്ങനൊരു ദൂത് ഒരു രാജ്യത്തിൻ്റെ രാജാവ് കേട്ടാൽ എങ്ങനെ പ്രതികരിക്കണം? കാരണം ഇത് ന്യായവിധിയുടെ, അല്ലെങ്കിൽ ദൈവം പറയുന്ന മെസ്സേജ് ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്, ന്യായവിധിയുടെ ദൂതാണ്. ഇങ്ങനൊരു ദൂത് ഒരപ്പൻ കേട്ടാൽ എങ്ങനെ പ്രതികരിക്കണം? ഒരു രാജാവ് കേട്ടാൽ എങ്ങനെ പ്രതികരിക്കണം? ഒരു ഇടയൻ കേട്ടാൽ എങ്ങനെ പ്രതികരിക്കണം? പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, അവിടെ നമുക്ക് മനസ്സിലാകും. അടുത്ത വാക്യം. നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വാക്കുകൾ എന്താണ്? സത്യം തന്നെയാണ്. പക്ഷെ എൻ്റെ കാലത്ത് എന്തുണ്ടാവും? എൻ്റെ കാലത്ത് സമാധാനവും സത്യവും ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടോ? എന്നാ പറഞ്ഞത്? മെസ്സേജ് ഓഫ് ഡൂമാണ്, മെസ്സേജ് ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. ഇത് കേട്ടൊരു മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കണം? നെഞ്ചത്തടിച്ച് കരയേണ്ടതിന് പകരം പുള്ളി പറഞ്ഞത്, അതെൻ്റെ മക്കളുടെ കാലത്തല്ലേ നടക്കുന്നേ, അതെൻ്റെ കമ്മിങ് ജനറേഷനിലല്ലേ നടക്കുന്നത്. എൻ്റെ കാലത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുമല്ലോ. സ്വാർത്ഥത ചിന്തിച്ചൊരു രാജാവ് എന്ന് പറഞ്ഞാൽ, ഈ എൻ്റെ കാലത്തെ സ്വസ്ഥതയും
എൻ്റെ കാലത്തെ സമാധാനവുമാണ് വിഷയം. നോട്ട് അറ്റ് ഓൾ ബോതേഡ് അബൌട്ട് ദ കമ്മിങ് ജനറേഷൻ. അടുത്ത തലമുറയെപ്പറ്റി ഞാൻ ബോധേഡല്ല. അവർക്കെന്ത് സംഭവിക്കും എന്നത് ഞാൻ ബോധേഡല്ല. എൻ്റെ സ്വാർത്ഥതയ്ക്ക് കുറേ കാര്യങ്ങൾ നടക്കണം. എൻ്റെ ഇഷ്ടത്തിന് കുറേ കാര്യങ്ങൾ നടക്കണം. ഞാൻ എൻ്റെ കാലത്ത് ജനത്തിന് എന്തുണ്ടാവണം? സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം. എൻ്റെ പ്രിയരെ, ഞാൻ അതിനെ എപ്പോഴും പറയുന്നത് ഹെസ്കിയ സിൻഡ്രോം എന്നാണ്. ഹിസ്കിയ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം സിൻഡ്രമാണ്. എൻ്റെ കാലത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകണം. ഇതിനപ്പുറത്ത് എന്തു സുനാമി വന്നാലും എന്നെ എന്ത് ചെയ്യത്തില്ല, എന്നെ ബാധിക്കത്തില്ല. ഇതൊരു സിൻഡ്ര കേട്ടോ, ഇതൊരു സിൻഡ്ര. ആത്മലോകത്ത് അന്നും ഇന്നും വ്യാപരിക്കുന്നൊരു സിൻഡ്രമാണ് ഇത്. എന്ന് പറഞ്ഞാൽ എൻ്റെ കാലത്തെ സ്വസ്ഥത, എൻ്റെ കാലത്തെ സമാധാനം, ഞാൻ പറയുന്നതിൻ്റെ വിജയം, ഞാൻ പറയുന്നതിൻ്റെ ജയം, ഇതിനപ്പുറത്ത് ആ പൊതുസമൂഹത്തിന് എന്ത് സംഭവിക്കുമെന്നോ, അടുത്ത തലമുറയ്ക്ക് എന്ത് സംഭവിക്കുമെന്നോ, അടുത്തൊരു ജനറേഷൻ എന്ത് വരുമെന്നോ ഞാൻ ബോധേഡല്ല. പക്ഷേ സ്വന്തം കാര്യത്തിന് വന്നപ്പോഴോ, അവിടെയാണ് എൻ്റെ വിഷയം. സ്വന്തം കാര്യത്തിന് വന്നപ്പോഴോ, നീ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകുമെന്ന് പറയപ്പോൾ ഈ മനുഷ്യൻ എന്താ പറഞ്ഞത്? അവൻ ഭിത്തിയുടെ നേരെ മുഖം തിരിച്ചുകൊണ്ട് പറയുന്ന പറച്ചില്ല, കർത്താവേ എൻ്റെ പഴയകാലമൊക്കെ ഓർക്കണേ. പഴയതെല്ലാം പറഞ്ഞ് അലറി വിളിച്ച് നിലവിളിച്ച് തൻ്റെ ആയുസ് 15 വർഷം കൂടെ കൂട്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യത്തിന് കരയാൻ കഴിയുന്ന മനുഷ്യൻ, സ്വന്തം കാര്യത്തിന് നിലവിളിക്കുന്ന മനുഷ്യൻ, തൻ്റെ തലമുറയ്ക്കൊരു അപകടം വരുമെന്ന് പറഞ്ഞപ്പം അവനൊരൊറ്റ വാക്കിൽ അതിനോട് പ്രതികരിക്കാതെ എൻ്റെ കാലത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ഞാൻ ഇന്ന് വളരെ വേദനയോടെ പറയേണ്ടി വരും, ആത്മലോകത്ത് ദൈവജനങ്ങളുടെ ഇടയിൽ വല്ലാതെ വ്യാപരിക്കുന്നൊരു സിൻഡ്രമാണ് ഹിസ്കിയ സിൻഡ്രം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലം മാത്രമാണ് വിഷയം, എൻ്റെ തലമുറ മാത്രമാണ് വിഷയം, എൻ്റെ പിടിവാശി മാത്രമാണ് വിഷയം. ഇതിനപ്പുറത്തേക്ക് എൻ്റെ പ്രിയരെ ഒരു തലമുറ ഉണ്ടെന്നും ഇതിനപ്പുറത്തൊന്നും ഉണ്ടെന്നും തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുമ്പം നമ്മൾ തുടങ്ങി വെച്ചത് നമ്മളാൽ ഒടുങ്ങിപ്പോവുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ നാട്ടിൽ നിന്ന് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല തുടക്കങ്ങൾ പലരും ഒടുങ്ങിപ്പോകുന്ന കാഴ്ച ഈ മണ്ണി നമ്മൾ കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വെയിൽസിലെ ഇവാൻ റോബർട്ട്സിൻ്റെ അവിടെ, അല്ലെങ്കിൽ ആ റിവൈവിൽ നടന്ന സ്ഥലത്ത് ഇപ്പോൾ പ്രായമുള്ള ഒരു അമ്മച്ചി മാത്രം അതിനെ ടേക്ക് കെയർ ചെയ്യാൻ ഉണ്ട്. ആരാധിക്കാൻ എല്ലാം കൂടെ വരുന്നത് 5 പേരെങ്ങാണ്ട് ഉണ്ടെങ്കിൽ ഉണ്ട്, അത്ര പേരേ ഉള്ളൂ. വലിയ 10,000 വന്ന ഉണർവ് നടന്നിടത്ത 5 പേര് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുക. ഞാൻ പറഞ്ഞത് പ്രിയരെ, എൻ്റെ കാലഘട്ടത്തെ മാത്രം ഞാൻ ചിന്തിച്ചാൽ അടുത്തൊരു തലമുറ ഞാൻ മുഖാന്തരം നശിക്കപ്പെടും. ഹിസ്കിയാവ് എൻ്റെ കാലത്ത് സമാധാനവും എൻ്റെ കാലത്ത് സന്തോഷവും ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞപ്പം സംഭവിച്ചത്, ഇനി അടുത്തൊരു അവൻ്റെ മകൻ്റെ കാലഘട്ടം വരുമ്പോൾ നിങ്ങൾക്ക് അത് കുറേയും കൂടെ നന്നായിട്ട് മനസ്സിലാകും. ഇവനോട് പറഞ്ഞ ദൂത് എന്താണ്? നിൻ്റെ തലമുറയിൽ ഉള്ളവരെ എന്ത് ചെയ്തുകൊണ്ട് പോകും? പിടിച്ചോണ്ട് പോവുക മാത്രമല്ല, എന്താക്കി കളയും? അവരെ ഷണ്ണന്മാരാക്കി കളയും. എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ടൊരു തലമുറയെ തീർത്ത് കളയുക. കാരണം അന്നത്തെ രാജാക്കന്മാർക്ക് വിശേഷ ദൗത്യം ചെയ്യുവാൻ കൊട്ടാരത്തിനകത്ത് ചെറുപ്പക്കാരെ നിർത്തും. പ്രത്യേകിച്ച് ദാനിയേൽ, ശദ്രക്ക്, മേശക്, അബേദ്നെഗോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജകൊട്ടാരത്തിലെ ഷണ്ണന്മാരാണ്. അവരെ ഷണ്ണന്മാരാക്കിയിട്ട് കൊട്ടാരത്തിൽ നിർത്തും. എന്ന് പറഞ്ഞാൽ അവരുടെ ശ്രദ്ധയോ അവരുടെ ചിന്തയോ മറ്റൊരിടത്തേക്കും ഡൈവേർട്ട് ആകാതിരിക്കാൻ രാജാക്കന്മാർ അവരെ ഷണ്ണന്മാരാക്കി നിർത്തും. എന്ന് പറഞ്ഞാൽ ഒരു തലമുറ അവിടം കൊണ്ട് എൻഡാവുക. അതിനപ്പുറത്തോട്ട് ഇനി ഒരു തലമുറയില്ല. ഒരു തലമുറ അവിടം കൊണ്ട് എൻഡാകുക എന്ന് പറഞ്ഞാൽ ഈ ദൂത് ഒരു സാധാരണത്വമുള്ള ദൂതല്ല. ഈ ദൂത് ഭയങ്കര ഗൗരവമായ ദൂതാണ്. എന്ന് പറഞ്ഞാൽ നിൻ്റെ തലമുറ അവിടം കൊണ്ട് എൻഡാകുമെന്ന് പറഞ്ഞൊരു ദൂത് കേട്ടിട്ട് ഒരപ്പൻ പറഞ്ഞതാ, എന്നാലും കുഴപ്പമില്ല, എൻ്റെ കാലത്ത് സമാധാനവും സത്യവും ഉണ്ടാകുമല്ലോ. എൻ്റെ പ്രിയരെ, അപകടം തലയ്ക്ക് മുകളിൽ വാളായിട്ട് നിൽക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് വിതയ്ക്കുന്നത് നാളെ നമ്മൾ കൊയ്യും. ഇന്ന് നമ്മൾ വിതയ്ക്കുന്നത് ദൈവ സാന്നിധ്യത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നാളെ എൻ്റെ കുടുംബം ആ ദൈവ സാന്നിധ്യത്തെ കൊയ്യും. അല്ല, ഇന്ന് ഞാൻ അന്വേഷിക്കുന്നത് മറ്റു പല എൻ്റെ പിടിവാശികളുടെ ഇടമായി എൻ്റെ ആത്മീയ കൂട്ടത്തെ ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ പ്രത്യാഘാതം ഞാൻ കൊയ്യേണ്ടി വരും, ഞാൻ അനുഭവിക്കേണ്ടി വരും. ഈ മനുഷ്യൻ ശരിക്കും ഞാൻ ചിന്തിക്കുക, ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞൊരു മനുഷ്യനല്ലേ?
ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനല്ലേ. അനുദപിച്ചാൽ മടക്കി വരുത്തുന്ന ഒരു ദൈവമാണെന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അറിയത്തില്ലേ? കരഞ്ഞാൽ വിടുവിക്കുന്ന ഒരു ദൈവമാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലേ? ആഴത്തിലൊന്ന് നിലവിളിച്ച് മുട്ടിന്മേലിരുന്ന് എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്വഭാവം വെച്ച് ദൈവം അവരോട് കരുണ കാണിച്ചേനെ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കാലത്തെ സമാധാനമുണ്ട്, അതുകൊണ്ട് ഇനി അതിനപ്പുറത്തോട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. പലപ്പോഴും എൻ്റെ പ്രിയരെ, നമ്മുടെ കാലത്തെ പല സ്വസ്ഥതകൾക്കും വേണ്ടി നമ്മൾ കുരുതി കൊടുക്കുന്നത് ഇതിനപ്പുറത്തേക്കുള്ളൊരു തലമുറയാണ്. നമ്മുടെ കാലത്തെ പല സ്വസ്ഥതയ്ക്കും വേണ്ടി നമ്മൾ കുരുതി കൊടുക്കുന്നത് ഇതിനപ്പുറത്തേക്കുള്ളൊരു തലമുറയാണ്. അതുകൊണ്ട് ഗൗരവമായിട്ട് ഇന്ന് രാത്രി ഉയരേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, എൻ്റെ കാലമല്ല വിഷയം, എൻ്റെ സ്വസ്ഥതയും അല്ല വിഷയം. എനിക്ക് ഞാൻ മാത്രമല്ല, ഇതിനപ്പുറത്തുള്ള എൻ്റെ ജനവും, ഇതിനപ്പുറത്തുള്ള എൻ്റെ തലമുറയും, ഇതിനപ്പുറത്തുള്ള എൻ്റെ ദൈവസഭയും ഇതെനിക്കൊരു വിഷയമാണ്. അതിനനുസരിച്ച് എന്നെ തന്നെ ഒരുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു സമർപ്പണം ദൈവജനത്തിനകത്തുനിന്ന് പുറത്തു വരട്ടെ. ജീസസ്, ജീസസ്. എൻ്റെ പ്രിയരെ, അത് സംഭവിക്കുന്നില്ലെങ്കിൽ ഞാനിനി ഇതൊരു ഒരു ഒരു രാജാവിനെ പറ്റി പറഞ്ഞു, ഇനി അടുത്ത ഒരു പുരോഹിതനെ പറ്റി പറയാം. ആ പുരോഹിതൻ്റെ പേര് ഏലി എന്നാ. ഏലിയോട് ഈ ശമൂവേൽ പ്രവാചകൻ, ഏലിയുടെ മക്കൾ വഴിതെറ്റ് നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ദൈവം ഒരു ശമൂവേലിനെ എന്ത് ചെയ്തു? ഒരു ശമൂവേലിനെ എഴുതിപ്പിച്ചു. ദൈവം അവനോട് ആലോചന കൊടുത്തു. ഈ ആലോചന കൊടുത്തപ്പോൾ ഏലി അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കേട്ടതൊന്നും എന്നോട് എന്ത് ചെയ്യരുത്, മറച്ചു വെക്കരുത്, മുഴുവൻ നീ എന്നോട് പറയണം. ഈ കൊച്ചു പയ്യൻ അവൻ മുഴുവൻ എന്ത് ചെയ്തു? ഏലിയോട് പറഞ്ഞു. മുഴുവൻ പറഞ്ഞത് മൊത്തം എന്താ? ഏലിയുടെ കുടുംബത്തിന് നേരെയും ജനത്തിന് നേരെയുള്ള ഡൂമായിരുന്നു, അവർക്ക് നേരെയുള്ള ന്യായവിധിയായിരുന്നു. ഇത് മുഴുവൻ കേട്ട സമയത്ത് ഈ പുരോഹിതൻ ശരിക്കും എന്താ പറയേണ്ടത്? ജനത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നവനാ ഒരു പുരോഹിതൻ. എങ്ങനെ ഒരു പുരോഹിതൻ പ്രതികരിക്കേണ്ടത്? ശരിക്കും നെഞ്ചത്തടിച്ച് കരയുക ചെയ്യണ്ടേ. പക്ഷേ പുരോഹിതൻ പ്രതികരിച്ച് എങ്ങനെയെന്നറിയോ? നിങ്ങൾ നോക്കിയാൽ മതി. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏലിയാവ് അതിന് 1 ശമൂവേലിനകത്ത് പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. അവൻ യഹോവയല്ലോ തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെന്ന്. അവൻ യഹോവയല്ലോ തനിക്കിഷ്ടമുള്ളതൊക്കെയും. ഒരപ്പൻ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടേ? ഒരു പുരോഹിതൻ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അവൻ യഹോവയാ. അത് ഏലി പറഞ്ഞാലും പറഞ്ഞില്ലേലും അവിടുന്ന് യഹോവ തന്നെയാ. എന്ന് പറഞ്ഞാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു, അതാ അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ അവിടുത്തേക്ക് ഒരു മാറ്റവും ഇല്ല. അവിടുന്ന് സർവശക്തനാ, അവിടുന്ന് സർവ്വവ്യാപിയാ, അവിടുന്ന് അത്യുന്നതനാ, അവിടുന്ന് അധികാരിയാ. ഏലി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവിടുന്ന് യാഹ്വേയാ. പക്ഷെ പറയുക അവന് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഡൂം വരുമ്പം ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനല്ല. കർത്താവേ, അത് ഞങ്ങളുടെ മേൽ വരരുത്, ഞങ്ങളെതയും പിടിപ്പിക്കണം, ഞങ്ങളെതയും പിടിപ്പിക്കണം, ഞങ്ങളെ ഒന്ന് റെസ്റ്റോർ ചെയ്യണം, ഞങ്ങളെ ഒന്ന് പുനരുദ്ധരിക്കണം, ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണം, ഞങ്ങളെ അങ്ങിലേക്ക് തിരിച്ചു വരുത്തണം, ഞങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണം, ദൈവ ഇഷ്ടത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു വരുത്തണം, ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ദൈവ ഇഷ്ടവുമായി റൈറ്റായിട്ടൊന്ന് കണക്റ്റ് ആകാൻ ഞങ്ങളെ സഹായിക്കണം, ദൈവഹിതത്തിനകത്തേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുവരണം. ഓ ജീസസ്. എൻ്റെ പ്രിയരെ, അവിടെയാണ് ആത്മാർത്ഥത. ഞാൻ പറഞ്ഞില്ല, അവിടെയാണ് ആത്മാർത്ഥത. ഈ ദൂത് കേട്ട് രാവിലെ ഞാൻ പറഞ്ഞു തുടങ്ങി വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഹൃദയകാഠിന്യം. എന്നെ ഈ രാജാവും ഈ പുരോഹിതനും ഇങ്ങനെ പ്രതികരിച്ചേ? ഹൃദയകാഠിന്യമാണ്. കാരണം ചങ്കിനകത്ത് ഒരു ദൂത് കയറുന്നൊരു മനുഷ്യനായിരുന്നേ, അവൻ അവിടെ കരയത്തേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞൊരു മനുഷ്യൻ, ആ ദിവസം പറഞ്ഞു തുടങ്ങിയൊരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ, മോശ. അവൻ എന്താ ചെയ്തേ? ഈ ജനത്തെ ഞാൻ ദൂതനെ വിടുമെന്ന് പറഞ്ഞപ്പം മോശ പറഞ്ഞു, ഇല്ല, അങ്ങ് തന്നെ വരണം, നിൻ്റെ കൂടെ എൻ്റെ സാന്നിധ്യം വരുമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ മാത്രം പോരാ, ഞങ്ങളുടെ കൂടെ അങ്ങയുടെ സാന്നിധ്യം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോരത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കത്തില്ല, ഞാൻ കൊണ്ടുപോകുമെങ്കിൽ ഈ ജനവുമായിട്ടേ പോകത്തുള്ളൂ. ഞാൻ ഇവിടുന്ന് ചലിക്കണമെങ്കിൽ തിരുസാന്നിധ്യം എൻ്റെ കൂടെ വന്നേ ചലിക്കത്തുള്ളൂ. പോവുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, ഞങ്ങളെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ഇടിവ് നിന്ന് ഒരുവൻ തയ്യാറായപ്പം ജനത്തോട് കരുണ കാണിച്ചൊരു ദൈവമുണ്ട്. ജനത്തോട് കരുണ കാണിച്ചൊരു ദൈവമുണ്ട്. എന്തിനാ ഈ തലമുറയെ നമ്മുടെ റോളെന്നറിയാവോ? ഇങ്ങനെ നമ്മളോടൊപ്പം ഒരു തലമുറയോട് ദൈവത്തിൻ്റെ കരുണയുടെ കരം വരേണ്ടതിന് അപ്പൻ്റെ മുമ്പിൽ ഇടിവി നിൽക്കാനും കൂടെ ഒക്കെ വിളിക്കപ്പെട്ട ഒരനുഭവമാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഒരു ജനറേഷനെ, ഒരു തലമുറയെ ആത്മാവിൽ മുൻപിൽ കണ്ടുകൊണ്ട് എൻ്റെ പിടിവാശികളും എൻ്റെ അനുഭവങ്ങളും ഒക്കെ തകർത്തു മാറ്റിയിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ജനത വിടുവിക്കപ്പെടണം, എൻ്റെ തലമുറ വിടുവിക്കപ്പെടണം, അടുത്തൊരു ജനത വിടുവിക്കപ്പെടണം. ഏറ്റവും യാഥാർത്ഥ്യമായ ഒരു കാര്യം പറയാം. നമ്മൾ പോലും അറിയാത്തൊരു കാര്യം. പലപ്പോഴും
ദൈവസാന്നിധ്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്ന പലയിടത്തും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മളത് അനുഭവിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പലർക്കും അത് ഫീൽ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. എന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്തെ അതിൻ്റെ പൂർണ്ണകായ തലങ്ങളിൽ പല മേഖലകളിലും അനുഭവിക്കാൻ പറ്റുന്നില്ല. ജീസസ്. ലവോദിക്ക സഭയുടെ ഒരു പ്രത്യേകത, അവിടെ പറയുന്നൊരു പദമുണ്ട്, ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. അപ്പം കർത്താവ് എവിടാണ്? പുറത്താണ്. പക്ഷെ അന്നേരം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ പറയുന്നേ? ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. കർത്താവ് എവിടാ? ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റ് ദിവസത്തെ ആ പോയിൻറ്റുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്തോണം. ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും, കർത്താവ് മാത്രം പുറത്താ. കർത്താവ് പുറത്തു പോയിട്ട് അകത്തെന്തുണ്ട്? സമ്പന്നതയുണ്ട്, ഒന്നിനും മുട്ടില്ലെന്ന് അവർ പറയുന്നു. പക്ഷെ കർത്താവ് പറയുക, നീ ദരിദ്രനാ, നീ കുരുടനാ, നീ നഗ്നനാ. നീ അവിടെ നിന്ന് നിനക്ക് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുക്കൽ വന്ന് വിലയ്ക്ക് വാങ്ങണം. കർത്താവിൻ്റെ സ്കാനിങ്ങിന് മുമ്പിൽ അവൻ്റെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെട്ട് കിടക്കുക. അവൻ വെളിപ്പെട്ട് കിടക്കുക. എൻ്റെ പ്രിയരെ, നമ്മൾ ഒരുക്കി വെച്ച നമ്മുടെ എല്ലാ മാറാപ്പുകളും, നമ്മുടെ എല്ലാ നമ്മൾ കെട്ടിവെച്ചത് മുഴുവൻ പൊളിയുന്ന ഒറ്റയിടം കർത്താവിൻ്റെ മുമ്പിലാണ്. ദൈവസാന്നിധ്യം ഇറങ്ങുന്നിടത്ത്, ദൈവമഹത്വം ഇറങ്ങുന്നിടത്ത് ഞാൻ ഉയർത്തി വെച്ച എൻ്റെ സ്വയം പൊളിയും, ഞാൻ ഉയർത്തി വെച്ച എൻ്റെ അഹം പൊളിയും, ഞാൻ ഉയർത്തി വെച്ച എൻ്റെ ഈഗോകൾ പൊളിയും, ഞാൻ ഉയർത്തിയ എൻ്റെ പ്രൈഡ് പൊളിയും. ഇതൊക്കെ പൊളിയുന്നത് ദൈവ മഹത്വം ഇറങ്ങി വരുമ്പോഴാണ്. കർത്താവ് പറയുക, ഞാൻ പുറത്ത് നിന്നിട്ട് നിങ്ങൾക്ക് സമ്പന്നത ഉണ്ടായിട്ട് എന്ത് കാര്യം? ഞാൻ പുറത്ത് നിന്നിട്ട് നിങ്ങൾ തൃപ്തരായിട്ട് എന്ത് കാര്യം? വാതിൽ തുറക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അവിടെയും ദൈവം ഒരു റെസ്റ്റോറേഷന് സാധ്യത കൊടുക്കുകയല്ലേ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരു ഫെലോഷിപ്പിന് വേണ്ടി ഒരു വാതിൽ ദൈവം ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ട്. കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ട്. വ്യക്തിപരമായി 1-to-1 റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു വാതിൽ ദൈവം ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ട്. വ്യക്തിപരമായി ദൈവത്തിങ്കലേക്ക് അടുത്തു വരുവാൻ ഒരു വാതിൽ ദൈവം തുറന്നിട്ടിട്ടുണ്ട്. അത് നാളെയല്ല, എനിക്കത് ഇന്നേ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അകത്ത് കൊതിച്ച നിങ്ങൾക്ക് ആഗ്രഹത്തോടെ അപ്പൻ്റെ അടുത്തേക്ക് വരാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, നാളെയല്ല, നിങ്ങൾ ആ സാന്നിധ്യത്തെ ഏറ്റവും പേഴ്സണലായിട്ട്, ഏറ്റവും വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തോടൊപ്പം നടക്കും, നിങ്ങൾ ദൈവത്തോടൊപ്പം ജയിക്കും, നിങ്ങൾ ദൈവത്തോടൊപ്പം ചലിക്കും, നിങ്ങൾ ദൈവത്തോടൊപ്പം ജീവിക്കും. ഹല്ലേലൂയ. ഉത്തരവാദിത്വമുണ്ട് പ്രിയരെ, നമ്മുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. ജീസസ്. നമ്മുടെ മുമ്പിൽ ഒരു തലമുറ, നമ്മൾ കൊടുക്കുന്ന ബാറ്റേൺ എടുത്തൊരു തലമുറ വരണം. പൗലോസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഒരു തലമുറ കളത്തിൽ നിന്നെന്നുള്ളതാണ്. കാരണം പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ചങ്ങല സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അപ്പം പൗലോസ് പറയുക, എൻ്റെ കയ്യിലിപ്പോൾ എന്തുണ്ട്? പക്ഷേ ഈ ചങ്ങല എന്തിന് കാരണമായി തീർന്നു? സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. എന്നിട്ട് അത് തന്നെ അടുത്ത ഭാഗം ഫിലിപ്പിയർ 1:13 പറയുന്നത്, സഹോദരന്മാർ മിക്ക പേരും കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിഞ്ഞു. എവിടെ വന്നപ്പം? ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഈ മനുഷ്യനെ കാണാൻ വന്നവരെ പറ്റി എഴുതി വെച്ചിരിക്കുകയാണ്, അവർ ഭയം കൂടാതെ അധികം പ്രസ്താവിപ്പാൻ തുനിഞ്ഞെന്ന്. എങ്ങനെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഇത് കിട്ടിയത്? എങ്ങനെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഈ വന്ന് കണ്ടവർക്കൊക്കെ കിട്ടിയത്? സാധാരണ നമ്മുടെ രീതി വെച്ച് ഈ ഇവിടെയൊക്കെ ഒന്നും അത്ര ഇല്ലെങ്കിലും നമ്മുടെ ഒരു നാട്ടിലെ ട്രഡീഷൻ വെച്ച് ഒരവസ്ഥക്കകത്ത് ഒരു മനുഷ്യരിരുന്നാൽ അത് അനുഭവിക്കുന്നവരെക്കാൾ ടെൻഷൻ കാണാൻ വരുന്നവർക്കാണ്. നമ്മൾ നോക്കിയാൽ മതി. ഈ കാണാൻ വരുന്നവരുടെ ടെൻഷനാണ് ശരിക്കും ടെൻഷൻ. ഞാനൊരു 2-3 കൂട്ടം ആൾക്കാരെ ഞാൻ ഈ ഒരു കാലഘട്ടത്തിനകത്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഈ പെട്ടെന്ന് ഈ വയ്യാതൊക്കെ ആൾക്കാരിയ്ക്കുമ്പോൾ ഇവരെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നൊരു കൂട്ടരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരവിടെ വരുന്നത് വരെ ഇവർക്ക് യാതൊരു ഓർമ്മയില്ലായിരുന്നു. പക്ഷേ ഈ രോഗിയെ കാണുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഓർമ്മ കിട്ടി പറയും, എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ ഇത്ര നാൾ മുമ്പേ ഇതേ രോഗം വന്ന് എന്ത് ചെയ്തായിരുന്നു? ഇത് ഇവരുടെ മുമ്പിൽ വെച്ചേ എന്ത് ചെയ്യത്തുള്ളൂ? ഓർമ്മ വരത്തുള്ളൂ. ഇവരുടെ മുമ്പിൽ വെച്ചേ ഇത് പറയത്തുള്ളൂ. അവരുടെ മുഖത്ത് നോക്കി ഇത് എന്ത് ചെയ്യത്തുള്ളൂ? പറയത്തുള്ളൂ. പെട്ടെന്ന് ഓർമ്മ കിട്ടി. ഈ 5 വർഷം ഈ കുഞ്ഞമ്മയുടെ മോനെ പറ്റി ഓരോ ഓർമ്മയും
ഇല്ലായിരുന്നു. പക്ഷേ ആ രോഗിയുടെ കറക്റ്റ് മുമ്പിൽ വെച്ച് അവർക്ക് എന്ത് കിട്ടി? ഓർമ്മ കിട്ടി. അങ്ങനെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന ഒരു കൂട്ടരുണ്ട്. ഏറ്റവും നെഗറ്റീവായിട്ട് പിന്നെ ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ ഭയങ്കരമായിട്ട് പെരുകിയുണ്ട്. ഇപ്പം നാട്ടുവൈദ്യന്മാരുടെ ബഹളമാണ്. കീമോ ചെയ്യുന്ന പേഷ്യൻ്റ് എടുക്കപ്പോൾ എന്തിന് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും സമാസമം ചാലിച്ച് തേനിനകത്ത് ചാലിച്ച് 3 നേരം അങ്ങ് കുടിച്ചാൽ മതി, എല്ലാം എന്തു ചെയ്യും? ഒത്തിരി നാട്ടുവൈദ്യന്മാർ ഇപ്പോഴുണ്ട്, ഒത്തിരി നാട്ടുവൈദ്യന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പൊതുവിഷയമാണ് നമ്മൾ ഈ മറ്റുള്ളവർ വിഷയത്തിനകത്ത് കണ്ടമാനം അങ്ങ് ബോധേഡാകുന്നവരാ. നമ്മുടെ വിഷയത്തിനകത്ത് ഇത് നമ്മളെ ഓർത്തിട്ടല്ലെങ്കിലും യഹൂദന്മാരിൽ കരഞ്ഞവരെ ഓർത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി. അതുകൊണ്ടായിരിക്കും ഞാൻ ഈ നാട്ടിലൊക്കെ വരുമ്പോൾ ഈ നാട്ടുകാരെ ചില കാര്യത്തിനകത്ത് ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെന്ത് ചെയ്യത്തില്ല. അടുത്ത ഏറ്റവും വലിയൊരു ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു ഗുണം പറയാം. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പോയി ഒത്തിരി വീടുകളിൽ താമസിക്കുന്ന ഈ പലയിടത്ത് ചെല്ലുമ്പോൾ നോക്കിക്കേ, ഈ പല നാടുകളിൽ ഇവിടെ ആകട്ടെ, ഓസ്ട്രേലിയ ആകട്ടെ, US ആകട്ടെ, മിക്കയിടത്തും ഒറ്റയിടത്ത് നമ്മൾ നിൽക്കുന്ന റൂമിന് ഒരു കുറ്റി പോലും കാണത്തില്ല. നാട്ടിൽ 3 കുറ്റി കാണും മിനിമം ഒരു കതവിന്. ഒറ്റ വീടിനൊരു കുറ്റിയില്ല. പക്ഷേ ഒരൊറ്റയാൾ നോക്കിയാൽ അകത്തോട്ട് കയറത്തില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിലും ഇവിടെ വന്നിട്ട് ഒരൊറ്റയാൾ നോക്കിയത്, നമ്മുടെ നാട്ടിലാണെങ്കിൽ അന്നേരം ഇടിച്ച് പാറിച്ചകത്ത് എന്ത് ചെയ്യും? അവരുടെ ആ ഒരു ഡിസിപ്ലിനാണ്, ആ ഒരു ഡിസിപ്ലിനാണ്. ഒറ്റ വീടിന് എന്തുകൊണ്ടാണ് ഇല്ലാത്ത? അവർ പണിയുന്നതായതുകൊണ്ട് അവർ എന്ത് ചെയ്യത്തില്ല, കുറ്റി വെക്കത്തില്ല. ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ചിലതൊക്കെ ചിലപ്പം ഞാൻ ഈ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചിലപ്പം ഇവൻ അവർ അത്രയ്ക്ക് ഡിസിപ്ലിനാണ് അതിനകത്ത് ചെയ്യുന്നത്. ഒരു ഇറിറ്റേഷൻ പോലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, വരുത്തത്തില്ല. ഞാൻ പറഞ്ഞാൽ ആ ഓരോ ദേശങ്ങളെ ഡിസിപ്ലിനാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കണ്ടമാനം ബോധർ ചെയ്യാത്ത അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ നമ്മുടെയൊക്കെ പ്രത്യേകത, നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് നമ്മളെന്താണ്, ഭയങ്കര ബോധമാണ്. അവരെ നന്നാക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വചനം കേട്ട് ഈ ദൂത് എൻ്റെ അടുക്ക ഞാൻ ഏറ്റെടുത്തില്ലെങ്കിലും ഞാൻ അടുത്തവൻ ഏറ്റെടുത്ത് കൊടുക്കും. നിന്നോട് തന്നായിരുന്നു, എന്നോട് പറയും. എൻ്റെ പ്രിയരെ, പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷേ എന്നെ കാണാൻ വന്ന ഒറ്റയാളും നിരാശപ്പെട്ട് തിരിച്ചു പോയില്ല. ഞാൻ അവർക്ക് ഇവിടെ നിന്ന് കൊടുത്തത് എൻ്റെ അകത്തിരുന്നതാ എന്ന് പറഞ്ഞാൽ ചങ്ങല കയ്യിലുണ്ട്, പക്ഷെ ചങ്ങലയല്ല എൻ്റെ അകത്തുള്ളത്. എൻ്റെ അകത്തുള്ളത് ക്രിസ്തുവിനെയാണ്. സഹോദരന്മാർ മിക്ക പേരും വന്ന് പണ്ടും സുവിശേഷം പറയുന്നവരാ. പക്ഷെ എൻ്റെ അടുക്കേന്ന് പോയപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. സഹോദരന്മാർ മിക്ക പേരും കർത്താവിൽ ധൈര്യം പൂണ്ട് എന്ന് പറഞ്ഞാൽ ചങ്ങല ധരിച്ചവനെ കണ്ട് ധൈര്യം കിട്ടിയെന്ന്. എന്നിട്ട് കർത്താവിൻ്റെ വചനം പ്രസ്താവിപ്പാൻ അധികം തുനിഞ്ഞു. ഇതല്ലേ ദൈവത്തിൻ്റെ പദ്ധതി? ഞാൻ ചിന്തിക്കുക, സാത്താൻ്റെ പദ്ധതിക്കകത്ത് ഇങ്ങനെ അല്ലെങ്കിൽ പൈശാചിക മണ്ഡലങ്ങൾ ചിന്തിച്ച് കാണും. പൗലോസ് എന്ന ഒരുത്തനെ ഈ കാരാഗ്രഹത്തിനകത്ത് ഒതുക്കിയാൽ ഓടി നടക്കുന്ന ഒരു സുവിശേഷകനെ ഒതുക്കി കളഞ്ഞു. പക്ഷേ പൗലോസ് പറഞ്ഞു, നല്ല ചലിക്കുന്ന 50 പേരെ ഞാൻ ട്രെയിൻ ചെയ്ത് അങ്ങ് വിടുക എന്ന് പറഞ്ഞാൽ പൗലോസ് ഒരുത്തൻ പോയാൽ 1000 പോകും, അല്ലെ 100 പേരുടെ പോകും. എന്നാൽ ചലിക്കുന്ന 50 പേര് പോയാൽ 50,000 പോകും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേൽ തിരിച്ചറിഞ്ഞ് നമ്മൾ എത്ര പരിമിതമായ സാഹചര്യത്തിനകത്താണെങ്കിലും ആത്മാവിൽ നമുക്ക് തൊടാൻ ചിലരെ ദൈവം ഏൽപ്പിച്ചു തന്ന് ചിലരിലേക്കൊക്കെ ആ ദൈവിക ഇമ്പാർട്ടേഷൻ കൈമാറിക്കഴിഞ്ഞാൽ, ദൈവിക നിയോഗം കൈമാറിയാൽ നമുക്കെത്താൻ കഴിയാത്തിടത്തും നമുക്ക് ചെയ്യാൻ കഴിയാത്തതുമൊക്കെ ചെയ്യിക്കാൻ അടുത്ത തലമുറയ്ക്ക് കഴിയുമെന്ന ബോധ്യത്തോടെ കാര്യങ്ങൾ കാണണം. പറഞ്ഞാൽ ദൈവ സമൂഹങ്ങളൊക്കെ ഞാനൊരു നിങ്ങളുടെ നേരത്തെ പറഞ്ഞ ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്. 14 വർഷമായിട്ട് ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ. അതുകൊണ്ട് തന്നെ ഒരു പാസ്റ്റർ ഹാർട്ടിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, ദൈവസഭകൾ അടുത്ത തലമുറകൾക്ക് വേണ്ടി ചിന്തിക്കണം. ദൈവസഭകൾ അടുത്ത തലമുറകൾക്ക് വേണ്ടി ചിന്തിക്കണം. ഞാൻ എൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിനകത്ത് ഞാൻ ഏറ്റവും അവസാനം ഇരുന്ന ചർച്ചകൾ എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് 50 വർഷം പഴക്കമുള്ളൊരു ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നു. ഒരു 50 വർഷം പഴക്കമുള്ളൊരു ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നു. പക്ഷേ അവിടെയാണെങ്കിൽ പോലും ഞാൻ ഏറ്റവും യങ്ങായിട്ടുള്ള ഒരുവനെ ചർച്ചിൻ്റെ ബോർഡിനകത്ത് വരെ ഞാൻ എടുക്കും, ഒരു കമ്മിറ്റി വരെ എടുക്കും. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിന്നെ ബോർഡിലെടുക്കാൻ പറ്റാത്തൊരു ജനറേഷനുണ്ട്. ചിലപ്പോൾ ഒരു 18 വയസ്സോ 19 വയസ്സുള്ളവരെ നമുക്ക് ബോർഡിലോട്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഓരോ സഭകളുടെയും അതിൻ്റെ റൂൾ റെഗുലേഷൻ ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും അവരിൽ നിന്ന് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എനിക്ക് വയസ്സ് 35. എൻ്റെ ചിന്ത പോകുന്നത് ഒരു 35ൻ്റെ നിലയിലാണ് എൻ്റെ ചിന്ത പോകുന്നത്. പക്ഷെ ഒരു 18 വയസ്സുകാരൻ അവൻ എന്നെക്കാളും കുറേ കൂടെ വൈബ്രൻ്റാണ്. അവൻ്റെ ചിന്ത 18ൻ്റെ തലത്തിനകത്ത് പോകും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ഞാൻ കാണുന്നതും ഒരു കാര്യത്തെ ഒരു 18 വയസ്സുകാരൻ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാത്ത ഒത്തിരി ഐഡിയകൾ അവൻ്റെ അകത്തുനിന്ന് എനിക്ക് കിട്ടും.
ഇത് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് ഇതിനെ എങ്ങനെ ഏറ്റവും കൃത്യമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ളത് അതൊരു സുവിശേഷകൻ എന്ന നിലയിൽ, ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ അതിനകത്തൊരു ഡിസിഷൻ എടുക്കുമ്പം അവൻ്റെ തീരുമാനം, അവൻ്റെ ആശയങ്ങളും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് ദൈവസഭകൾ അടുത്ത തലമുറകളെ ഉപയോഗിക്കാൻ പറ്റുന്ന മുഴുവൻ മേഖലകളും ഉപയോഗിക്കപ്പെടട്ടെ, മുഴുവൻ മേഖലകളും ഉപയോഗിക്കപ്പെടട്ടെ. പലപ്പോഴും എനിക്ക് ഇവിടുത്തെ ശരിക്കും അത് ചിലതൊക്കെ നമ്മൾ അന്നേരം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശം. നമ്മൾ ഈ സാധാരണ ചിലതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. നല്ലതുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ പറയും. എനിക്ക് ഈ സഭയിലെ കുഞ്ഞുങ്ങളെ ചില കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇവിടെ പലയിടത്തുമൊക്കെ ശുശ്രൂഷയ്ക്കും പോകുമ്പം നമ്മൾ പ്രസംഗിച്ച് കഴിഞ്ഞിരുന്ന് കഴിയുമ്പം അല്ലെങ്കിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ പലരും നമ്മളെ കണ്ട് മൈൻഡ് പോലും എന്ത് ചെയ്യാറില്ല. പക്ഷെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഞാൻ കണ്ടൊരു ഭയങ്കര പ്ലസ് പോയിൻ്റ് ഉണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവർ പലരും ഇങ്ങോട്ട് വന്ന് പാസ്റ്റങ്ങളെ എന്ന് പറഞ്ഞൊരു കൈ തന്നിട്ട് പോയി. ഞാൻ ചിന്തിക്കുന്നു അത് ഈ ദൈവസഭയ്ക്കകത്ത് കൊടുത്തൊരു ട്രെയിനിങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ വന്നു, പലരും കൈ തന്നു, നന്ന പുഞ്ചിരിയോട് അവർ കൈ തന്നു, ഒരു ഹായ് പറഞ്ഞു. നല്ല കാര്യം. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞാൽ അവർ വന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ തലം. ദൈവസഭകൾ ഏറ്റവും അടുത്തൊരു തലമുറ ആ സഭ എൻ്റേതാണെന്നൊരു ബിലോങ്ങിങ് ഫീലിംഗ് അവൻ്റെ അകത്ത് വരട്ടെ. ഇതെൻ്റേതും കൂടെയാണ്. എൻ്റെ ഇൻപുട്ടും ഇതിനകത്ത് വേണം, എൻ്റെ ആശയങ്ങളും ഇതിനകത്ത് വേണം, എൻ്റെ ആഗ്രഹങ്ങളും ഇതിനകത്ത് വേണം, എൻ്റെ മനസ്സിനകത്തുള്ള ഏറ്റവും നല്ല കാര്യങ്ങളും. ഞാനിങ്ങനെ ചിന്തിക്കുക, ഇപ്പം പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയകളുടെയൊക്കെ കാലമാണ്. എൻ്റെ പ്രിയനെ നമുക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതിനേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങളിലോട്ട് കൊടുത്താൽ മതി. ഏറ്റവും സുന്ദരമായിട്ട് അവരെന്ത് ചെയ്യും, ഹാൻഡിൽ ചെയ്യും. എൻ്റെ ഇപ്പോൾ ഒരു പുതിയ ചർച്ച ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ഒരു മീഡിയ ടീമുണ്ട്. അവർ ഒരു 18, 19, 20, 22 വയസ്സുള്ള പിള്ളേരാണ്. ഏറ്റവും സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇട്ട് തരും. കൃത്യമായിട്ട് മെസ്സേജ് എടുക്കും, എഡിറ്റ് ചെയ്യും, അടിപൊളിയായിട്ട് അവർ ചെയ്തു തരും. ഓരോ കാര്യങ്ങൾ, പബ്ലിസിറ്റിയുടെ കാര്യങ്ങൾ, പോസ്റ്ററിൻ്റെ കാര്യങ്ങൾ, മുഴുവൻ കാര്യങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് ചെയ്തു തരും. ഞാൻ ചിന്തിക്കും, നമ്മൾ ചിന്തിക്കാത്ത സാധനങ്ങൾ, ഇൻപുട്ടുകൾ അതിനകത്തിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു തലമുറയെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു ഹിസ്കിയാവ് അടുത്ത തലമുറയെ ചിന്തിക്കാതിരുന്നപ്പം അവൻ്റെ മകനായ മനശ്ശെ അവിടെ എഴുതി വെച്ചൊരു പദമുണ്ട്, അവൻ തൻ്റെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. വല്യപ്പനോട് പറഞ്ഞ ദൂതിനകത്തെ, ഹിസ്കിയാവിനോട് പറഞ്ഞ ദൂതിനകത്ത്, ഈ ബാബേൽ രാജാവ് നിൻ്റെ തലമുറ എവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞേ, ബാബേലിലേക്ക് കൊണ്ടുപോയി ഷണ്ണന്മാരാക്കുമെന്ന് പറഞ്ഞേ. പക്ഷെ അത്രയും വരേണ്ടി വന്നില്ല. ഈ മനുഷ്യൻ, ഈ മനശ്ശെ തൻ്റെ സ്വന്തം മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു എന്ന് പറഞ്ഞ അപകടത്തിൻ്റെ അത്രയും മൂർധന്യ അവസ്ഥ എവിടെ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയരെ, നമ്മൾ ഇന്ന് നെഗ്ലക്റ്റ് ചെയ്താൽ നമ്മുടെ മുമ്പിൽ വെച്ചൊരു തലമുറ പോകും. ദൈവ സാന്നിധ്യം വിട്ടൊരു തലമുറ പോകും. ഒരു ദൈവസഭയായിട്ട് ഞാൻ ഇന്ന് രാത്രി ദൈവസമൂഹത്തിന് ഒരു ആത്മാവിലൊരു നിയോഗം തന്നെ കൈമാറുക. അടുത്ത തലമുറയും നമ്മളും ഒരുമിച്ച് ആത്മാവിൽ ചേർന്നിരുന്ന് ദൈവ ഇഷ്ടത്തിനകത്തേക്കൊന്ന് കണക്റ്റ് ആകാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളിൽ വൻകാര്യങ്ങളെ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ മനസ്സിനകത്തെ എല്ലാ നിരൂപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ദൈവാത്മാവിനൊന്ന് ഇടം പിടിച്ചു കൊടുത്തിട്ട്, ദൈവാത്മാവിനൊന്ന് ഇടം കൊടുത്തിട്ട്, ദൈവ ഇഷ്ടത്തിനൊന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഒന്നിച്ച് അടുത്തൊരു തലമുറയെ ആത്മാവിൽ ഒരുക്കിയെടുക്കാൻ ദൈവമേ ഞങ്ങളെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് കൊതിയോടെ പ്രാർത്ഥിക്കണം. വേണം ദൈവമക്കളെ, ഒരു തലമുറ എന്ത് ചെയ്യണം, ഒരു തലമുറ എഴുന്നേൽക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തലമുറകളെ കണക്ട് ചെയ്യാൻ ആർക്കാ പറ്റുന്നേ? പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന് എല്ലാ സമൂഹങ്ങൾക്കകത്തെയും ഏറ്റവും വലിയ വിഷയം, അത് സെക്യുലർ വേൾഡിലും അല്ലാത്ത വേൾഡിലും എല്ലാം ഉണ്ട്, ജനറേഷൻ ഗ്യാപ്പുണ്ട്. തലമുറകൾ തമ്മിൽ ഭയങ്കര സംഘർഷം ദൈവസഭകൾക്കകത്ത് നന്നായിട്ടുണ്ട്. തലമുറകൾ തമ്മിൽ ഒരു തലമുറയെ മറ്റൊരു തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ തലമുറകൾ തമ്മിൽ ഒരു സംഘർഷം കിടക്കുക. രണ്ട് കൂട്ടത്തിലുണ്ട് കേട്ടോ. ഒരു തല മുതിർന്നവരെ മനസ്സിലാക്കാൻ കഴിയും, നാട്ടിലെ ഭാഷ പറയാം. നാട്ടിൽ ഈ നമ്മൾ സോഷ്യൽ മീഡിയക്കത്തൊക്കെ കാണുന്നതാണ്. ഈ ചില പ്രായമുള്ളവരെ ചെറുപ്പക്കാർ പറയുന്നൊരു പേരുണ്ട്, മൊത്തം തന്ത വൈബാണ്. അയ്യോ, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അപ്പം ഇത് എന്താ പറയുന്നത്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതൊക്കെ ആ വൈബ്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതൊക്കെ നല്ല വൈബ്. പക്ഷേ തിരിച്ച് അവർ പറയുന്ന മറ്റു പേരുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് തമ്മിൽ സംഘർഷമാണ്. ദൈവസഭയ്ക്കകത്തും ഈ സംഘർഷമുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ദൈവാത്മാവ് തലമുറകളെ കണക്ട് ചെയ്യുമ്പോഴേ ദൈവസഭകൾ വളരത്തുള്ളൂ. അതിനകത്ത് ഒരു കൂട്ടത്തെ മാത്രമല്ല, എല്ലാ കൂട്ടങ്ങളെയും ആത്മാവ് കണക്ട് ചെയ്യണം.
ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ 2 ജനറേഷനെ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്ത് ഞാൻ കണ്ടു. ഒന്ന്, ഒരു ടീനേജ് കഴിഞ്ഞ ഒരു മേരിയെ പരിശുദ്ധാത്മാവ് സന്ദർശിച്ചു. 2, വയസ്സിൽ നിന്ന് വളരെ വൃദ്ധയായ എലിസബത്തിനെ ദൈവത്തിൻ്റെ ആത്മാവ് സന്ദർശിച്ചു. അതിൽ ഈ മേരിയെ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്, നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൾ ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും? അവിടെ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ നിഴലിടും, അങ്ങനെ നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. എന്നിട്ടൊരു അടയാളം പറഞ്ഞു കൊടുത്തു, നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് അവളിപ്പോൾ ഒരു കുഞ്ഞിനെ വഹിക്കുകയാണ്, 6 മാസം ആയിട്ടുണ്ട്. ശരിക്കും അവളെപ്പറ്റി പറയുന്ന അവൾ വയസ്സ് ചെന്ന് വൃദ്ധയാണ്, ഇവൾ നല്ല യങ്ങാണ്. പക്ഷെ സംഭവിച്ച കാര്യം എന്താ? ദൈവാത്മാവ് ഇവരെ തമ്മിൽ അങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പം എഴുതി വെച്ചത് അവൾ ബന്ധപ്പെട്ട് മലനാട്ടിൽ പോയെന്നാണ് കാണുന്നത്. ഏത്? അവിടെ പ്രഗ്നൻസിയുടെ ഏറ്റവും ഇനീഷ്യൽ പീരീഡിനകത്ത് അവൾ ബന്ധപ്പെട്ട് മലനാട്ടിൽ പോയി. എന്തിനാ മേരി അങ്ങനെ ഒരു എഫർട്ട് എടുത്തത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, തന്നെ കണക്ട് ചെയ്തത് ഹോളി സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവ് തലമുറകളെ തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ ബന്ധപ്പെട്ട് ഈ മലനാട്ടിൽ പോയി. ഇനി അടുത്ത സംഭവം എന്താ? അവിടെ ചെന്ന് ഈ മേരി എലിസബത്തിനെ കാണുന്നൊരു മൊമെന്റ് നിങ്ങൾ നോക്കണം. അവിടെ എഴുതി വെച്ചത് വന്ദനം പറഞ്ഞ നിമിഷം തന്നെ ഈ എലിസബത്തിൻ്റെ ഉള്ളിൽ പിള്ള തുള്ളി എന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മാവ് ഒരു തലമുറകളെ കണക്ട് ചെയ്താൽ, അത് ഏത് പ്രായമാകട്ടെ, ഏത് സാഹചര്യമാകട്ടെ, ഏത് ജനറേഷൻ ആകട്ടെ, ഇളപ്പം കൂടുതലാകട്ടെ, ഇളപ്പം കുറഞ്ഞതാകട്ടെ, ദൈവത്തിൻ്റെ ആത്മാവാണോ കണക്ട് ചെയ്യുന്നത്, അവിടെ ചലനമുണ്ടാകും, അവിടെ ചലനമുണ്ടാകും, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവസഭ പ്രാർത്ഥിര പരിശുദ്ധാത്മാവ് ഞങ്ങളെ ചലിപ്പിക്കണം, പരിശുദ്ധാത്മാവ് ഞങ്ങളെ ചലിപ്പിക്കണം. ഏതെങ്കിലുമൊക്കെ മാനുഷികമായ ഐഡിയക്കകത്തല്ല ചലിക്കേണ്ടത്, മാനുഷിക ഫിലോസഫികൾക്കകത്തല്ല ചലിക്കേണ്ടത്, മാനുഷിക തിയറിക്കകത്തല്ല ചലിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ജനത്തെ ചലിപ്പിക്കണം, പരിശുദ്ധാത്മാവ് ജനത്തെ കണക്ട് ചെയ്യണം, പരിശുദ്ധാത്മാവ് ജനത്തെ ഒന്നിപ്പിക്കണം. അവിടെ എഴുതി വെച്ചത് അവൾ 3 മാസം ആറൂടെ പാർത്തെന്നാണ് കാണുന്നേ ഈ എലിസബത്തിനൊപ്പം. ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഏറ്റവും നല്ല ഇൻപുട്ട് തന്നെ എലിസബത്ത് കൊടുത്തു കാണും. കാരണം അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ട് ഈ തലമുറയ്ക്കില്ല. കാരണം അവർ അനുഭവത്തിൻ്റെ കനലുവഴികളിലൂടെ നടന്ന ഒത്തിരി എക്സ്പീരിയൻസ് ആ ജനറേഷനുണ്ട്, ആ എലിസബത്തിനുണ്ട്. മേരി കടന്നു പോകാത്ത ഒത്തിരി വഴിയിലൂടെ എലിസബത്ത് പോയതാ. മേരി കടന്നു പോകാത്ത ഒത്തിരി ചലഞ്ചുകൾക്കകത്തൂടെ എലിസബത്ത് പോയതാ. മേരിക്ക് അറിയാത്ത ഒത്തിരി ചതിക്കുടി എലിസബത്തിന് അറിയാം. പക്ഷേ ആത്മാവ് കണക്ട് ചെയ്തപ്പം 3 മാസം ഞാൻ വിശ്വസിക്കുന്നു ഈ ഇൻപുട്ട് മുഴുവൻ ആർക്ക് കിട്ടിക്കാണും? ഈ മേരിക്ക് കിട്ടിക്കാണും. അതിനപ്പുറത്ത് ഒത്തിരി ചോദ്യങ്ങളില്ലേ? ഇനീഷ്യൽ ടൈമിലേ പോയി ആ മലനാട്ടിൽ എലിസബത്തിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കാൻ. പിന്നാണ് അവൾ റിയൽ ഗ്രൗണ്ടിലേക്ക് വന്നത്. ചോദ്യമുണ്ട്, ഈ കുട്ടിയുടെ അപ്പനാരെന്ന് ചോദ്യമുണ്ട്, ഇത് എന്തെന്നുള്ള ചോദ്യമുണ്ട്. അപഹാസത്തിൻ്റെ വാക്കുകളുണ്ട്, പരിഹാസത്തിൻ്റെ വാക്കുകളുണ്ട്. പക്ഷേ ഈ വാക്കുകൾ വരുന്നതിന് മുമ്പ് ആ ഒത്തിരി പരിഹാസത്തിലൂടെ കടന്നുപോയ ഒരു വല്യമ്മച്ചിയുടെ ശിക്ഷണത്തിനകത്ത് ഒരുക്കി എടുത്തപ്പെട്ടിട്ട് അവൾ ഗ്രൗണ്ടിലേക്ക് വന്നത്. ആരാ ഇതിനെ കണക്ട് ചെയ്തത്? പരിശുദ്ധാത്മാവ കണക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞത് തലമുറകൾ ഫിലോസഫി കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, തലമുറകളെ ഐഡിയോളജി കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഓരോ തലമുറകളെയും മറ്റൊരാശയം കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവസഭകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ജനറേഷനുകളെ കണക്ട് ചെയ്യട്ടെ, പരിശുദ്ധാത്മാവ് തലമുറകളെ കണക്ട് ചെയ്യട്ടെ. അത് ഏത് പ്രായമോ ഏത് സാഹചര്യമോ എന്തുമാകട്ടെ, പരിശുദ്ധാത്മാവ് തലമുറകളെ കണക്ട് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് തലമുറകളെ കണക്ട് ചെയ്യണം. എൻ്റെ പ്രിയരെ, റൈറ്റ് ഗൈഡൻസ് കൊടുക്കേണ്ട ഇടമാണിത്. ഇവിടെ റൈറ്റ് ഗൈഡൻസ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കിട്ടാൻ ഒറ്റ സ്ഥലവുമില്ല. ജീസസ്. ഇതിന് മുകളിലൊരു സൺഡേ സ്കൂൾ ഹോളുണ്ട്, നല്ലൊരു ഇതുണ്ട്. ഇതിന് ശേഷം ഫുഡൊന്നുമില്ല. എന്ത് പെപ്സി കൊണ്ടുവന്ന് കണ്ടത്, ഇന്നത്തെ കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഇതിന് ശേഷം ഫുഡൊന്നും ഒരുക്കിയിട്ടില്ല. പക്ഷേ ഇവിടെ ഫുഡ് ഉണ്ടെന്ന് ചിന്തിക്കുക. ഇവിടെ വന്നവർക്ക് ചെറിയൊരു മണവും കിട്ടി. എന്തുണ്ട്? ഫുഡുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നെന്നിരിക്കുക, ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വരികയാണ്, ഇവിടെ ഫുഡ് ഉണ്ടെന്ന് മനസ്സിലായി. ആരൊക്കെ പറയുന്നതും കേട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ഫുഡ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ഒരു അനൗൺസ്മെൻറ്റും കൊടുത്തില്ല എന്തുണ്ടെന്ന്. ഫുഡുണ്ട്, അത് ഇന്നിടത്താ ഒരുക്കി വെച്ചേക്കുന്നതും പറഞ്ഞില്ല. മണമടിച്ചപ്പോൾ മനസ്സിലായി എന്തുണ്ട്? ഫുഡുണ്ട്. ആരൊക്കെയോ അടക്കം പറയുന്നതും കേട്ട് എന്തുണ്ട്? ഫുഡുണ്ട്. പക്ഷെ ഫുഡിന് പോകുന്ന സ്ഥലവും വാതിലും മാത്രം എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. ഫുഡ് ഉണ്ടെന്നറിയാം, ഫുഡ് ഉണ്ടെന്ന് ആരൊക്കെ പറയുന്നതും കേട്ടു, പക്ഷേ റൈറ്റ് വാതിൽ അറിയത്തില്ല, റൈറ്റ് സ്ഥലം അറിയത്തില്ല. പിന്നെ നോക്കിയപ്പോൾ അവിടെ ഇവിടെ ഒത്തിരി വാതിൽ കണ്ടു.
അവിടെയും വാതിലുണ്ട്, പുറത്തിറങ്ങാനും വാതിലുണ്ട്. എവിടൊക്കെ എക്സിറ്റ് ഉണ്ടോ എക്സിറ്റ് എല്ലാം കണ്ടു, എമർജൻസി എക്സിറ്റും കണ്ടു. പക്ഷേ എന്ത് മാത്രം കണ്ടില്ല? ഈ കഴിക്കുന്ന വാതിൽ മാത്രം കണ്ടില്ല. സംഭവിക്കുന്ന എന്താ? കുറേ പേര് കിട്ടുന്ന വാതിലൂടെയൊക്കെ എന്ത് ചെയ്യും? മണവടിച്ചങ്ങ് പോവും. കഴിച്ചോ? ആരുടെ കുഴപ്പം? റൈറ്റായിട്ട് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയണമായിരുന്നു. ഇന്ന വാതിൽ തുറന്നാൽ നിനക്കത് അനുഭവിക്കാൻ പറ്റുമെന്ന് പറയണമായിരുന്നു. ദൈവസഭകൾ ഇന്ന് പറയാത്തൊരു കാര്യം ഇതാ, റൈറ്റ് വാതിൽ കാണിച്ചു കൊടുക്കണം. ഈ വാതിലിനകത്തൂടെ പോയാൽ നിന്നെ തൃപ്തിയാക്കുന്നത് അതിനകത്തുണ്ട്. മണം കേട്ട് നിനക്ക് പോകേണ്ടി വരത്തില്ല, അടക്കം പറച്ചിൽ കേട്ട് പോകേണ്ടി വരത്തില്ല. റൈറ്റായിട്ട് നീ ആ വാതിൽ തുറന്ന് കണക്ട് ചെയ്യാൻ തയ്യാറായാൽ നിന്റെ ആത്മാവിനെ തൊടുന്നത് അതിനകത്തുണ്ട്. ദൈവസഭ വാതിൽ തുറക്കുന്നിടമാകണം. ഇനി വെല്ലുവിളി ഞാൻ പറയാം. നമ്മൾ വാതിൽ തുറന്നില്ലെങ്കിൽ ഇതിനേക്കാൾ മൃഷ്ടാംഗമാകിയത് ആകർഷിച്ച് ചതിക്കുഴിപ്പെടുത്തുന്ന ഒത്തിരി വാതിൽ തുറക്കാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. വിളിച്ചു കയറ്റാൻ വാതിൽ നിൽക്കുക, വിളിച്ചുകൊണ്ട് ചതിക്കാൻ വാതിൽ നിൽക്കുക, വലിച്ചു കയറ്റാൻ പറ്റുന്ന വാതിൽ നിൽക്കുക. ഈ വാതിൽ മുഴുവൻ തുറന്നു കിടപ്പുണ്ട്, വാതിൽ മുഴുവൻ തുറന്നു കിടപ്പുണ്ട്. റൈറ്റ് വെയിൽ അവൻ കയറുന്നില്ലെങ്കിൽ അവനെ വലിച്ചുടച്ച് കളയുന്ന ഒത്തിരി വാതിൽ ഇവിടെ മറക്ക തുറന്നു കിടപ്പുണ്ട് കേട്ടോ, മറക്ക തുറന്നു കിടപ്പുണ്ട്. അതിൻ്റെ സംഘടിത അജണ്ടകൾ ഇതിനകത്തുണ്ട്, സംഘടിത അജണ്ടകൾ ഇതിനകത്തുണ്ട്, സംഘടിത പദ്ധതികൾ ഇതിനകത്തുണ്ട്, സംഘടിതമായി ഒരുക്കപ്പെടുന്ന പലതും ഇതിനകത്തുണ്ട്. ഗൗരവമായി അച്ഛാ പെപ്സി എടുക്കാൻ പോവാണോ? വേണ്ട, പിന്നെ മതി. അപ്പം ഞാൻ പറഞ്ഞത് സംഘടിതമായി ഒരുക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എന്തുണ്ട് ഇതിനകത്തുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ ഗൗരവമായിട്ട് എന്ത് ചിന്തിക്കണം? ഈ വാതിലുകളിൽ നിന്ന് നമ്മുടെ തലമുറ തുറക്കപ്പെടരുത്. ഈ വാതിലിനകത്ത് നമ്മുടെ തലമുറകൾ കയറപ്പെടരുത്. ഈ വാതിലിനകത്ത് പോയി അവരുടെ ആയുസ് പാഴായി പോകരുത്. ദൈവസഭയ്ക്കകത്തെ വാതിൽ അവർ കണ്ടെത്തണം, ദൈവസഭയ്ക്കകത്തെ വാതിൽ അവർ കണ്ടെത്തണം, ദൈവസഭയ്ക്കകത്തെ അനുഭവം അവർ കണ്ടെത്തണം, ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ഇടപെടൽ അവർ കണ്ടെത്തണം. റൈറ്റ് ആയിട്ടുള്ള വാതിൽ അടുത്ത തലമുറ കണ്ടെത്തണം. അതിന് നമ്മൾ അവരെ പ്രാപ്തരാക്കണം. മറ്റൊരു വാതിൽ അവർ കണ്ടെത്താൻ പോകുന്നതിന് മുമ്പ് ഈ റൈറ്റ് വാതിൽ അടുത്ത തലമുറ കാരണം. നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല, ഭൂമിയിൽ ആർക്കാ തുറക്കാൻ പറ്റുന്നേ? നമ്മളത് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അനുഭവിച്ചവർക്ക് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആർക്കാ തുറക്കാൻ പറ്റുന്നേ? കേൾക്കുന്നവർക്ക് കഴിയത്തില്ല കേട്ടോ, കേൾക്കുന്നവർക്ക് പറ്റത്തില്ല. ഇതിനെപ്പറ്റി കേട്ടറിവുള്ളവർക്ക് കഴിയത്തില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങളെപ്പറ്റി ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് ഇവർ അന്തം വിട്ട് നിൽക്കും, ഇവർക്കൊന്നും മനസ്സിലാകത്തില്ല. എൻ്റെ വീട്ടിൽ പണ്ട് ഈ ഒരൽ ഉളക്കയും ഈ അരയ്ക്കുന്ന സാധനം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൊച്ചിനെ വിളിച്ചൊരു കാണിച്ച മോനെ, ഇതിനകത്താണ് നിൻ്റെ വല്യമ്മച്ചി എന്ത് ചെയ്ത് അരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. എത്ര പറഞ്ഞിട്ട് അവിടെ യുക്തി സാധനം മനസ്സിലാകുന്നത്. ഞാൻ ആ സാധനം അതിനകത്തോട്ട് ഇട്ട് ഇങ്ങനെ കാണിച്ചു, എന്നിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നില്ല. കാരണം അവൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അവൾ നോക്കുന്ന കാലം തൊട്ട് അവിടെ മമ്മി മിക്സിക്കകത്തിട്ട് അരയ്ക്കുന്നതിന് അപ്പുറത്തോട്ട് അവൾ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. പിന്നെ അവസാനം എല്ലാത്തിൻ്റെ അവസാനത്തെ വാക്കായ സാർ യൂട്യൂബിനെ ഞാൻ തുറന്നിട്ട് സാറിനകത്തൂടെ ഞാൻ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ മക്കളെ എന്ത് ചെയ്തേ കാണിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് നമ്മുടെ യുക്തി കുറച്ചൊന്ന് ചലിച്ചത്. കാരണം അവൾ കാണുക ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒറ്റ കാര്യം അനുഭവിക്കണം. നമ്മുടെ വാക്കുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, വാക്കുകളുടെ പെരുപ്പത്തിനകത്ത് ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ഫിലോസഫി പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. അടുത്ത സമൂഹം ആത്മാവിൽ കണക്ട് ചെയ്യപ്പെടാതെ നമുക്ക് ദൈവസഭകൾക്ക് സർവൈവലില്ല. പെന്തക്കോസ്തിൻ്റെ തനിമ, തിരുവെടുത്ത് പറയുന്ന തനിമയുണ്ട്. ആത്മീക ഇടപെടൽ ഇതിൻ്റെ മുഖമുദ്രയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഇതിൻ്റെ മുഖമുദ്രയാണ്. അടുത്ത തലമുറയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇതിൻ്റെ മുഖമുദ്രയാണ്. ഇതിനകത്തിറങ്ങി വന്ന ഹെവൻലി ഗ്ലോറി ഇതിൻ്റെ മുഖമുദ്രയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഹിസ്റ്ററി പറഞ്ഞാൽ അവരെ മഹത്വത്തെ കാണത്തില്ല. നമ്മളിത് ഇറങ്ങി വരണം, നമ്മളിത് ഇറങ്ങി വരണം. ദൈവസഭയ്ക്കകത്ത് ദൈവിക അനുഭവങ്ങൾ ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തിലുള്ള ഇടപെടലുകൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടണം. അടുത്ത തലമുറയുടെ മനസ്സിനെ ആഴത്തിൽ തൊടാൻ പാകത്തിലുള്ള ദൈവിക ഇടപെടലുകൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടണം. നമ്മൾ കൊതിച്ചു പ്രാർത്ഥിക്കണം, കർത്താവേ കേട്ടറിവല്ല, അനുഭവിച്ചറിയാൻ, ആഴത്തിൽ അനുഭവിച്ചറിയാൻ. ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചറിയണം, ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. കേട്ടറിവ് മാറണം, അനുഭവിച്ചറിയുന്ന ഒരു തലം വരണം.
ഇവിടെയാണ് കണക്റ്റ് ആകപ്പെടുന്നത്. അനുഭവിച്ചവൻ പങ്കുവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേട്ടറിഞ്ഞവരുടെ കാര്യം എന്താ? മഹത്വം കണ്ടവർ മങ്ങിപ്പോയാൽ മങ്ങിപ്പോയവർ കൈമാറുന്നത് എന്തായിരിക്കും? ഞാൻ മഹത്വം കണ്ടു, പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ മങ്ങിപ്പോയ ഞാൻ കൈമാറുന്നത് അടുത്ത തലമുറയ്ക്ക് എങ്ങനെ കിട്ടും? ഈ ചില പസിലുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഈ 20 പേരെ ഇരുത്തും, എന്നിട്ട് ഈ ആദ്യം ഇരിക്കുന്ന ആൾ ചെവിയിൽ ഒരു ടഫായിട്ടുള്ളൊരു വേർഡ് പറഞ്ഞു കൊടുക്കും. ഈ വേർഡ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് അവസാനം ഇതിങ്ങനെ കടന്ന് ഏറ്റവും അപ്പുറത്തെത്തുമ്പം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സാധനം ഇവിടെ വന്നേക്കുന്നേ. ഇവിടെ പറഞ്ഞത് വിസ്ഡം എന്നായിരിക്കും. ഇതിങ്ങനെ കറങ്ങി വിസ്ഡം എത്തി വന്നിട്ട് അവസാനം എത്തുമ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യുന്നേ? എന്നാ കാരണം? എവിടെയോ ആ റൈറ്റായിട്ടുള്ളൊരു ട്രാക്ക് അങ്ങ് മാറി. പിന്നെ ഒത്തിരി പേർ അവരുടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് അവസാനം എത്തിയപ്പോൾ എന്തായി? ഒരു ബന്ധമില്ലാത്തതായി മാറി. ഞാൻ ചോദിക്കട്ടെ, നമ്മളായിരിക്കുന്ന പല അനുഭവങ്ങളും ഇതുപോലെ അതിൻ്റെ തനിമ നഷ്ടപ്പെട്ടു പോയ പലതിൻ്റെയും ഭാഗമായിട്ട് നിൽക്കുക. തനിമ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക. എവിടെ മടങ്ങി വരേണ്ടത്? റൈറ്റ് എക്സ്പീരിയൻസിലോട്ട് മടങ്ങി വരണം. റൈറ്റ് അനുഭവത്തിലോട്ട് മടങ്ങി വരണം. ആഴത്തിലുള്ള ആത്മാവിൻ്റെ സ്പർശനത്തിനകത്തേക്ക് മടങ്ങി വരണം. എൻകൗണ്ടറുകൾ നമ്മളിൽ സംഭവിക്കണം. ഞാൻ ഈ നാട്ടിലോട്ട് വരുന്നതിന് ചില ദിവസങ്ങൾക്ക് പുറകിൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്ന്, കോട്ടയം പട്ടണത്തിലുള്ളത് അറിയപ്പെടുന്ന ഒരു പെൻഡക്കോസ്റ്റ് കുടുംബത്തിനകത്തുള്ള മെമ്പറാണ്. രാവിലെ അവൻ 8 മണി സമയത്ത് എന്നെ വിളിച്ച്, എനിക്ക് അന്ന് 1 മണിയാകുമ്പോൾ മറ്റൊരിടത്ത് പോകണം. അവൻ പറഞ്ഞു എനിക്ക് കണ്ടേ പറ്റത്തുള്ള അച്ഛാന്ന് പറഞ്ഞു. ഞാൻ 10 മണിക്ക് അവനെ ചർച്ചിലോട്ട് വിളിച്ചു, അവനുമായിട്ട് സംസാരിച്ചു. 1.5 മണിക്കൂർ ആ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചു. ഇവൻ പറഞ്ഞത്, കഴിഞ്ഞ 4 ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ ആത്മഹത്യാ ചിന്തയാണെന്ന്. അറിയപ്പെടുന്ന പെൻഡക്കോസ്റ്റ് കുടുംബത്തിനകത്തുള്ള മകനാണ്. അവൻ സർവൈവ് ചെയ്തു. അങ്ങനെ ഇവന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം പറഞ്ഞു, അവൻ്റെ അപ്പൻ ഉൾപ്പെടെ അവനോട് പറഞ്ഞു, പോയി മരിച്ചോളാൻ. ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ച് വന്ന് ഏറ്റവും ലാസ്റ്റ് അവനോട് ചോദിച്ചു, മോനെ എപ്പോഴെങ്കിലും നിനക്ക് ലൈഫിനകത്ത് ദൈവമായിട്ടൊരു എൻകൗണ്ടർ നടന്നിട്ടുണ്ടോ? പറഞ്ഞു, നോ, നെവർ. അങ്ങനെ ഒരു എൻകൗണ്ടർ ലൈഫ് മതി. അപ്പൻ പെൻഡക്കോസിൽ പോകുന്നത് കൊണ്ട് ഞാനും എന്ത് ചെയ്തു? പെൻഡക്കോസിൽ പോയി. അപ്പൻ ചർച്ചിൽ പോകുന്നതുകൊണ്ട് ഞാനും ചർച്ചിൽ പോയി. അപ്പൻ പറഞ്ഞൊരു കാലഘട്ടത്തിനകത്ത് ഞാനും സ്നാനപ്പെട്ടു. അപ്പൻ പറഞ്ഞൊരു കാലഘട്ടത്തിനകത്ത് രക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരു അനുഭവം, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഇല്ലാതെ പലതും സ്നാനപ്പെടുന്നത്. ഇത് ദൈവസഭയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്നറിയോ? ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് അതിൻ്റെ ബേസ് ഇല്ലാതെ പലരും സ്നാനപ്പെടുന്നത്. നാട്ടിലൊക്കെ ഞാൻ കാണുന്നൊരു കാര്യമുണ്ട്, ഈ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഈ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി സ്നാനം കൂട്ടും. കാരണം ഒരാൾ, ഏതെങ്കിലും ഒരു മോൻ, അവന് ജെനുവിനായിട്ടൊരു എക്സ്പീരിയൻസ് വന്നു, അവൻ പറഞ്ഞു, അവൻ ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് സംഭവിച്ചിട്ട് അവൻ ചർച്ചിലെ പാസ്റ്ററോട് എന്ന് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണം? സ്നാനപ്പെടണമെന്ന് പറയും. അപ്പം നാട്ടിൽ ഈ സ്നാനം കഴിഞ്ഞ് ഇങ്ങനെ 100 പേരുണ്ട്, 100 പേർക്ക് ഫുഡ് കൊടുക്കണം. അപ്പം ഇവൻ്റെ അമ്മയ്ക്കത് മനസ്സിലായി. അമ്മ വീട്ടിൽ ചെന്നപ്പം തൊട്ട് ഇവൻ്റെ പ്രായത്തിലുള്ള സ്നാനപ്പെടാത്ത പിള്ളേരുടെ അമ്മമാരെ വിളിക്കുന്നിടി, അവനും അത്രയും പ്രായമായല്ലോ, അവനെന്താ സ്നാനപ്പെടാത്തത്? ഇതൊരു 4 വട്ടം കേട്ട് കഴിയുമ്പം അവനോട് അവൻ്റെ അമ്മ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇങ്ങനെ പറഞ്ഞു തുടങ്ങേണ്ട, നീയും കൂടെ എന്ത് ചെയ്യണം? അവൻ സ്നാനപ്പെടുന്നുണ്ട്, നീയും എന്ത് ചെയ്യണം? സ്നാനപ്പെടും. ഇത് 10 ദിവസം കേട്ട് കഴിയുമ്പോൾ പറയാം, എന്നാൽ പിന്നെ അങ്ങ് ഇത് ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഈ പറയുന്നത്. അവനും കൂടെ സ്നാനപ്പെട്ട ബഡ്ജറ്റ് പകുതിയാവും. ഒറ്റയ്ക്ക് 100 പേർക്ക് ഫുഡ് കൊടുക്കുന്നതും 2 പേര് 100 പേർക്ക് ഫുഡ് കൊടുക്കുന്നതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. 50 പേരുടെ ഫുഡ് ലാഭിക്കാൻ നോക്കുമ്പം അടുത്തൊരു തലമുറയുടെ ഭാവി വെള്ളത്തിൽ കളയുക. നിർബന്ധിച്ച് വീടിച്ചു കുത്തി പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല സ്നാനത്തിൻ്റെ അനുഭവം. ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് അകത്ത് വരട്ടെ. പാപബോധം അകത്ത് വരട്ടെ. ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യമില്ലാതെ അവൻ സ്നാനജലത്തിൽ ഇറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. അതാരാണേലും ഞാൻ പറയാം, ദൈവസഭയ്ക്കൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയ ക്രൈസിസിൻ്റെ കാര്യം ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഇല്ലാത്തതാ. മാനസാന്തരത്തിന് അനുകൂലം പാപബോധം സംഭവിച്ചാൽ എന്നാ നടക്കുന്നത്? ഞാൻ പൊട്ടിക്കരയും. കാരണം ഞാൻ മനസ്സിലായി, ഐ ആം എ റെച്ചഡ് മാൻ. ഞാൻ അരിഷ്ടനായ മനുഷ്യനാ, ഞാൻ പാപിയാ. നീതിമാനായ ദൈവത്തിന് മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ഞാൻ നിലവിളിക്കും, കർത്താവേ എനിക്ക് പകരക്കാരനായി അങ്ങ് ക്രൂശിന്മേൽ മരിച്ചു. അങ്ങയുടെ മരണം അത് ഞാൻ മരിച്ചതിന് തുല്യമാ. ഞാൻ മരിക്കേണ്ട മരണം എനിക്ക് പകരം അങ്ങ് വഹിച്ചു. ഞാനായിരുന്നു ക്രൂശിക്കപ്പെടേണ്ടത്, ഞാനായിരുന്നു തകർക്കപ്പെടേണ്ടത്. പക്ഷെ നീതിമാനായ അങ്ങ് എൻ്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറിയപ്പം അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു.
ഞാൻ തിരിച്ചറിഞ്ഞു, ആ കാൽവറിയിൽ നിന്ന് പാഞ്ഞൊടുകിയ പുണ്യാഹ രക്തം അങ്ങയുടെ ശരീരം തകർക്കപ്പെട്ടു. അങ്ങക്ക് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അങ്ങ് മനുഷ്യരാ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടു വരുന്നു. അങ്ങെ കാണുന്നവർ വഴിതിരിഞ്ഞു പോയി. പക്ഷേ ഈ തകർച്ച മുഴുവൻ ഏറ്റത് ഈ എനിക്ക് വേണ്ടി അങ്ങ് തകർന്നു. ഇത് ഞാൻ വിശ്വസിക്കുമ്പോൾ, ഇത് ഞാൻ ഏറ്റെടുക്കുമ്പോൾ, ആ വിശ്വാസത്താൽ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ലൈഫിനകത്ത് അന്നൊരു മാറ്റം തുടങ്ങുക. നെഞ്ചത്തടിക്കും, നിലവിളിക്കും, ആഴത്തിൽ കരയും, ദൈവസാന്നിധ്യത്തിൻ്റെ കൊതിയോടെ അവിടെ ഇരിക്കും. അന്ന് മുതൽ എൻ്റെ കർത്തൃത്വം എൻ്റെ കർത്താവാണ്. എൻ്റെ ലൈഫിനകത്ത് കർത്താവിൻ്റെ കർത്തൃത്വത്തിനകത്തേക്ക് ഞാൻ വരും. അതുവരെ ഞാൻ ജീവിക്കപ്പെട്ടത് എൻ്റെ യുക്തിയിലാണ് ജീവിക്കപ്പെട്ടത്. നമ്മെ നിയന്ത്രിച്ചത് മൊത്തം നമ്മുടെ ദേഹിയുടെ നിയന്ത്രണത്തിനകത്തായിരുന്നു. നമ്മളെ മുഴുവൻ നിയന്ത്രിച്ചത് നമ്മുടെ ദേഹിയാണ്. ദേഹിയുടെ ഇച്ഛകൾ, ദേഹിയുടെ ചിന്തകൾ, ദേഹിയുടെ വിചാരങ്ങൾ, ഇതിനകത്ത് മുഴുവനാണ് നമ്മൾ എന്ത് ചെയ്ത്. പക്ഷെ അന്നൊരു മാറ്റം വന്നു. ദേഹിയുടെ നിയന്ത്രണത്തിനകത്തു നിന്ന് നമ്മൾ ആത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്തേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ ദേഹി അല്ല ഇനിമേൽ എന്നെ നയിക്കുന്നത്, ആത്മാവിനെ നയിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നു. പ്രൈസലോ. ഈ ശരീരത്തിന് നമുക്ക് ആവശ്യം നിറവേറ്റാൻ മാത്രം മതി. നമുക്കിപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നു. ഈ പ്രസംഗിച്ച് കഴിഞ്ഞ് അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് എന്ത് വേണം? ശരീരം എന്നോട് പറയും, ദാഹിക്കുന്നുണ്ട്, എന്ത് വേണം? ഇച്ചിരി വെള്ളം വേണം. ശരീരത്തിന് എന്ത് കിട്ടിയാൽ മതി? H2O കിട്ടിയാൽ മതി, വെള്ളം കിട്ടിയാൽ മതി. പക്ഷേ ഈ ദേഹി എന്നോട് പറയും, ഇച്ചിരി പൈനാപ്പിൾ ജ്യൂസ് കിട്ടിയാൽ കുറച്ചുകൂടെ. ദേഹത്തിനത് വേണ്ട. എന്തിനാണ് ഈ പൈനാപ്പിൾ ജ്യൂസ് വേണ്ടത്? എൻ്റെ ദേഹി എനിക്ക് ഓപ്ഷൻ തന്നത് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാം, ആപ്പിൾ ജ്യൂസ് കുടിക്കാം, അല്ലെങ്കിൽ ഷെയ്ക്ക് കുടിക്കാം. ഇതൊക്കെ എനിക്ക് ആരിട്ട ചിന്തയാണ്? എൻ്റെ ദേഹിയാണ് എന്നെ ഭാവന ലോകത്തിലേക്ക് കൊണ്ടുചെല്ലുന്നത്. എൻ്റെ ചിന്തകൾക്കകത്ത്, എൻ്റെ വികാരങ്ങൾക്കകത്ത് മുഴുവൻ നിയന്ത്രിക്കുന്നത് ദേഹിയാണ്. ഒരു കാലത്ത് വരെ ഞാൻ ആരുടെ നിയന്ത്രണത്തിനകത്തായിരുന്നു? ദേഹിയുടെ നിയന്ത്രണത്തിനകത്തായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം ഞാൻ സ്വീകരിച്ച് എൻ്റെ കർത്തൃത്വം എൻ്റെ കർത്താവിന് കൊടുത്ത അന്ന് ദേഹിയുടെ പിടിവിട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നു. ദൈവാത്മാവ് എൻ്റെ അകത്ത് വന്നപ്പം ഇനി ഞാൻ ദേഹിയുടെ നിയന്ത്രണത്തിനകത്തല്ല, ഞാൻ ആത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്ത് വന്നു. എന്ന് പറഞ്ഞാൽ ദേഹിയുമായിട്ടുള്ള ബന്ധം പൊട്ടി. ഇനി എന്നെ നിയന്ത്രിക്കുന്നത് ദേഹിയല്ല, എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛകൾ, നമ്മളെ ഈ ഫാൻറ്റസി വേൾഡിൽ നമ്മളെ വിടുന്നത് ദേഹിയാണ്. വികാര ലോകത്തേക്ക് നമ്മെ വിടുന്നത് ദേഹിയാണ്. പാപലോകത്തേക്ക് നമ്മെ ഇറക്കുന്നത് ദേഹിയാണ്. വല്ലാത്ത ചിന്തകൾ നമ്മൾ എന്നും തോക്കുന്നത്, അതിൻ്റെ പുതിയ പുതിയ വേർഷൻ നമുക്ക് തരുന്നത് ദേഹിയാണ്. യെസ്, ദേഹിയാണ്. നമ്മൾ പറയും, എൻ്റെ പാസ്റ്ററേ, എനിക്കാകെപ്പാടെ ഒറ്റ കുറവേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തുണ്ട്? ഒരു കുറവുണ്ട്. ആ ഒരൊറ്റ സാധനത്തിൻ്റെ പല വേർഷൻ നമ്മുടെ മുമ്പിൽ ഒരുക്കി തരും. ഷുഗർ ഉള്ളവരോട് ചോദിക്കണം മധുരം ഇഷ്ടമാണോ എന്ന്. ഡയബറ്റീസ് ഉള്ളവരോട് ചോദിക്കണം മധുരം. അവർ പറയും ഇഷ്ടമുണ്ടെങ്കിൽ എന്തേ ഉള്ളൂ, ഈ മധുരം മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വല്ലാത്തൊരു പ്രലോഭനമാണ്. ഇന്നൊരിടത്ത് ചെന്നപ്പം അവിടെ നല്ല പായസം എന്ന് പറഞ്ഞു. പായസം കൊടുത്ത് നാളെ തൊട്ട് കുറച്ചും കൂടെ ഷുഗർ കട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പോവാ? ഡയറ്റ് എടുക്കാൻ പോവാ. നാളെ ഒരു വീട്ടിൽ ചെന്നപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ജിലേബി, ഇന്നും കൂടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ആ ജിലേബിയുടെ കഴിച്ചിട്ട് നാളെ തൊട്ട് ഞാൻ ഷുഗർ കട്ട് ഡയറ്റ് എടുക്കാം. അടുത്ത വീട്ടിൽ ചെന്നപ്പം നല്ല ഒന്നാം തരം തോംസൺ ഹലുവ ഇരിക്കുന്നു. എന്നാൽ പിന്നെ തോംസൺ ഹലുവയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഷുഗർ കട്ട് ചെയ്യാം. ഇത് ദിവസം ഇതിൻ്റെ ഓരോ പുതിയ വേർഷൻ കിട്ടും. എല്ലാത്തിൻ്റെ ആകത്തുക എന്താ? ഇതെല്ലാം കൂടെ ബാധിക്കുന്നത് എവിടാ? സെയിം ബാധിക്കുന്ന രീതി ഒന്നാ, പക്ഷെ കിട്ടിയ ടേസ്റ്റ് പലതാ, എഫക്റ്റ് ഒന്നാ. ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മൾക്ക് ഈ ബലഹീനത ഉണ്ടെന്ന് പറഞ്ഞ മേഖലയില്ലേ, ഈ ഒരു മേഖലയുടെ പല വേർഷൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുനിട്ട് നമ്മളെ അങ്ങ് തോൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനോടല്ല തോൽക്കുന്നത്, അതിനോട് ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവിടെയെല്ലാം നമ്മളെ അങ്ങ് തോൽപ്പിക്കും. ആ മണ്ഡലത്തിൽ ജയമെടുത്താണ് ഒരു ദൈവപൈതൽ മുന്നേറേണ്ടത്. എന്നെ തോൽപ്പിക്കുന്ന, എൻ്റെ ശരീരത്തെ തോൽപ്പിക്കുന്ന, എൻ്റെ വിചാരങ്ങൾക്കകത്തന്നെ തോൽപ്പിക്കുന്ന, എൻ്റെ ഇച്ഛകൾക്കകത്തന്നെ തോൽപ്പിക്കുന്ന, എൻ്റെ നടപ്പിനകത്തന്നെ തോൽപ്പിക്കുന്ന, സ്ഥിരം ഞാൻ പരാജയപ്പെടുന്ന ചില മേഖലകളെ പരിശുദ്ധാത്മാവിൽ ജയിക്കുന്നതാണ് ഒരു ദൈവ പൈതലിനെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ മേഖലയുമായിട്ട് നമ്മൾ ആത്മാവിൽ കണക്റ്റ് ആകണം. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ഞാൻ ആ ഭാഗം പറഞ്ഞു വന്നിട്ട് ഇത് പറയുന്നതിൻ്റെ കാരണം കൃത്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു കണക്ഷനാണ് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഈ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, രക്ഷ ഇതെല്ലാം പറയുന്നത് കൃത്യമായിട്ട് ആ മേഖലയുമായി കണക്റ്റ് ആകേണ്ടവർ കണക്റ്റ് ആയിക്കോ. കറക്റ്റ് ആ മേഖലയുമായി കണക്റ്റ് ആകേണ്ടവർ കണക്റ്റ് ആയിക്കോണം. പലപ്പോഴും നമുക്കറിയത്തില്ല ഇന്ന് നീതീകരണം എന്താ.
വിശുദ്ധീകരണം എന്താ? തേജസ്കരണം എന്താ? ഈ ഒരു അനുഭവം നമുക്കില്ല. എൻ്റെ പ്രിയരെ, കണക്റ്റ് ആകേണ്ട മേഖല കണക്റ്റ് ആയിക്കോ. ദേഹിയിലല്ല നമ്മൾ ജീവിക്കുന്നത് ആത്മാവിലാണ്. ദേഹിയുടെ കെട്ടിനകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം പറഞ്ഞ് നിർത്തുമ്പോൾ പൗലോസ് ഏറ്റവും അവസാനം നമ്മൾ ഈ കർത്തൃമേശയ്ക്കൊക്കെ ശേഷം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, എല്ലാം സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവീൻ, ആ സകല വിശുദ്ധന്മാരെയും വിശുദ്ധ ചുമ്മനം കൊണ്ട് വന്ദനം ചെയ്യുവീൻ. എന്നിട്ട് പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നമ്മെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവിടുന്ന് അത് നിർവഹിക്കും. എങ്ങനെ അത് തുടങ്ങിയത്? ആത്മാവും പ്രാണനും ദേഹവും. അപ്പം ഇതിൻ്റെ പ്രോഗ്രഷൻ അവിടുന്ന് തുടങ്ങുന്നേ. ആത്മാവും പ്രാണനും ദേഹവും. അപ്പം ദേഹിയുടെ നിയന്ത്രണത്തിനകത്തല്ല ഇനിമേൽ നമ്മൾ നിൽക്കുന്നത്, ആത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്താ. നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ഈച്ഛകളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ദേഹിയുടെ കെട്ടിനകത്തു നിന്ന് പുറത്തു വന്നിട്ട് ആത്മനിയന്ത്രണത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവാത്മാവിൻ്റെ അസാധാരണമായ നിയോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു തലം എന്നിൽ ഒരുക്കപ്പെടണമെന്ന് നിങ്ങൾ അകത്ത് കൊതിച്ചു പ്രാർത്ഥിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു തലം തന്ന് നിങ്ങളെ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഈ റൈറ്റായിട്ട് ഇത് കണക്ട് ആകണം. എൻ്റെ പ്രിയരെ, ഞാനും നിങ്ങളും ഈ മേഖലയുമായി കണക്ട് ആകണം. ഇത് അടുത്ത തലമുറയെ കണക്ട് ആക്കി കൊടുക്കണം. ദേഹിയിൽ നിന്ന് അവർ ജയമെടുക്കാൻ വല്ലാതെ പരിശ്രമിക്കുക. അവരുടെ സാറ്റിസ്ഫാക്ഷന് മുഴുവൻ അവരെ ശ്രമിപ്പിക്കുന്നത് ഈ ദേഹിയാ. അവരുടെ ചിന്തകൾക്കകത്ത് ഫാൻറ്റസി ഇടുന്നത് ഈ ദേഹിയാ. അവരുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു ലോകത്തിൽ അവരെ കൊണ്ടുവരുന്നത് ഈ ദേഹിയാ. അവർക്ക് എന്തൊക്കെ വേണോ ഈ ദേഹിയിൽ അവരെ കൊടുക്കുന്നുണ്ട്. ദേഹി അതൊക്കെ കൊടുക്കുന്നുണ്ട്. ആ മേഖല അവർ സാറ്റിസ്ഫൈഡാ. ഇത് പൊട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ദേഹിയുടെ കെട്ടിനകത്തുനിന്ന് അവരെ സംതൃപ്തപ്പെടുത്തുന്നതിനകത്തുനിന്ന് ആത്മാവരെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് വരണം. ഞാനും നിങ്ങളും ഈ ആത്മാവ് നിയന്ത്രിക്കുന്ന തലത്തിനകത്തേക്ക് വന്ന് കറക്റ്റ് ആ വാതിൽ തുറന്നു കൊടുത്താൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ അവൻ ദൈവത്തോടൊപ്പം ചലിക്കും, പിന്നെ അവൻ ദൈവത്തോടൊപ്പം നിയന്ത്രിക്കും, പിന്നെ അവൻ ദൈവത്തോടൊപ്പം ജയിക്കും. ദൈവാത്മാവിന്റെ തലത്തിൽ അവൻ ജയിക്കും, പരിശുദ്ധാത്മാവിൽ അവൻ നിയന്ത്രിക്കപ്പെടും. ദൈവജനമേ, ഏറ്റവും ഗൗരവമായൊരു കാര്യം പറയാം. ഈ തലം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഈ തലം അടുത്തൊരു ജനറേഷനിൽ ഓപ്പൺ ചെയ്യണമെന്ന്. അല്ലെന്ന്, ഇത് നമ്മളിൽ ഓപ്പൺ ചെയ്യണം. നമ്മളിത് ഓപ്പൺ ചെയ്താലേ അടുത്ത തലമുറ കണ്ട് അങ്ങനെ കൊതിക്കത്തുള്ളൂ. നമ്മളില്ലാത്തൊരു കാര്യം അടുത്ത തലമുറയോട് പറഞ്ഞ് അവർ യുക്തി സ്വീകരിക്കുമോ? ചിലത്തൊക്കെ ചെല്ലുമ്പം ഇങ്ങനെ പറയാറുണ്ട്, പാസ്റ്റർ, ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ, പരിശുദ്ധാത്മ സ്നാനം എന്ന അനുഭവം പ്രാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഉപവാസ പ്രാർത്ഥന വെക്കുന്നത്. പക്ഷേ അത് ആ പ്രാർത്ഥന തുടങ്ങി, മീറ്റിംഗൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പറഞ്ഞ അച്ചായന് ഈ സ്നാനം എന്ത് ചെയ്തിട്ടില്ല. അച്ഛൻ ഈ സ്നാനം കിട്ടിയിട്ടില്ല. പക്ഷെ അച്ഛന് പിള്ളേരെല്ലാം എന്ത് പ്രാപിക്കണം? പരിശുദ്ധാത്മ സ്നാനം. അച്ഛനില്ലാത്തൊരു കൃപാവരം, അച്ഛൻ്റെ ആകെ ഒരു കൃപാവരം വ്യാപരിക്കുന്ന ഒറ്റ ഇടമുണ്ട്. അത് ആരാധനയ്ക്കകത്ത് വ്യാപരിക്കത്തില്ല, ആരാധന കഴിഞ്ഞേ വ്യാപരിക്കത്തുള്ളൂ. അപ്പോൾ ഈ കൃപാവരം കാണുന്ന ഈ കൊച്ചൻ അവന് പരിശുദ്ധാത്മ സ്നാനം ജീവിതത്തിൽ ആഗ്രഹിക്കുമോ? നിങ്ങൾ പറയുന്നേ. ഈ കൃപാവരം കാണുന്ന ഒരു തലമുറ, കർത്താവേ ആ അച്ചായൻ്റെ ആത്മാവ് എൻ്റെ മേലെ വരണമെന്ന് പ്രാർത്ഥിക്കുമോ? അതോ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവനും ആരായി പോവും? സ്തോത്രം. എനിക്കറിയാം ഇതൊക്കെ വരുമ്പോൾ ഒന്നും വലിയ സ്തോത്രമൊന്നും വരത്തില്ല, എന്നാലും കുഴപ്പമില്ല. എൻ്റെ പ്രിയരെ, നമ്മൾ കൊടുക്കുന്ന ലെഗസിയാണ് എൻ്റെ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ലെഗസിയാണ് എൻ്റെ മുമ്പിലുള്ള കമ്മ്യൂണിറ്റി പിടിക്കുന്നത്. ഞാൻ കൊതിക്കുന്നതേ എൻ്റെ മുമ്പിലുള്ളവരും കൊതിക്കത്തുള്ളൂ. ജീസസ്, ഞാൻ കൊതിക്കുന്നതേ എൻ്റെ മുമ്പിലുള്ളവരും കൊതിക്കത്തുള്ളൂ. നമുക്ക് അന്തരാത്മാവിൽ പ്രാർത്ഥിക്കാം, കർത്താവേ ഞാൻ കൊതിക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെ എഫക്റ്റ് എന്നിൽ നിൽക്കത്തില്ല, എന്നിൽ നിന്ന് പുറത്തു വരും. എനിക്ക് ആത്മദാഹം ഉണ്ടെങ്കിൽ ആ ദാഹം എൻ്റെ ചുറ്റുമുള്ളവർക്കും വരും. പൗലോസിൻ്റെ കൂടെ കാരാഗ്രഹത്തിൽ നിന്നവർക്കും ഈ കൊതി ഉണ്ടായിരുന്നു. പൗലോസിൻ്റെ കൂടെ സഞ്ചരിച്ചവർക്കൊക്കെ ഈ കൊതി ഉണ്ടായിരുന്നു. കാരണം ആത്മാവ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ പങ്കുവെച്ച് കൊടുത്തത് ആത്മാവ് ജീവിക്കണമെന്നാണ്. കൃപയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഏറ്റവും അവസാനം പറഞ്ഞു കൊടുക്കുന്നത് കൃപയെ ജീവിക്കണമെന്നാണ്.
എന്താ ബലഹീനനായ തന്നെപ്പോലെ തന്നെ പല മേഖലയിൽ ബലഹീനത തീമത്തിയോസിനുമുണ്ട്. പൗലോസിന് ബലഹീനത ഉണ്ടായിരുന്നല്ലോ. തന്നെപ്പോലെ തന്നെ പല മേഖലയിൽ തീമത്തിയോസിനും ബലഹീനതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് നീ അജീർണത്വ നിമിത്തം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഭാഗം നോക്കട്ടെ. ഈ മനുഷ്യന് ബലഹീനതയുണ്ട്. പൗലോസിന് അറിയാം അവൻ്റെ ശരീരത്തിലും എന്തുണ്ട്, ബലഹീനതയുണ്ട്. പക്ഷെ അവനൊരു ഒറ്റ മറുമരുന്നേ പറയുന്നുള്ളൂ, മകനെ ക്രിസ്തുവേശുവിലെ കൃപയാൽ നീയും ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അവന് തുറന്നു കൊടുത്ത വാതിലേതാ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ വാതിൽ തുറന്നു കൊടുക്കണമെന്ന്. വാതിൽ തുറന്നു കൊടുക്കുക എന്താ? ആത്മീക അപ്പൻ തുറന്നു കൊടുത്ത വാതിലേതാ? ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അങ്ങനെ നീ അനേക സാക്ഷികളുടെ മുമ്പാകെ അപ്പം ഏത് വാതിൽ അവന് മുമ്പിൽ തുറന്നത്? മോനെ, ഞാൻ ജയിക്കാനുള്ള ട്രിക്ക് നിനക്ക് പറഞ്ഞുതരാമെന്നില്ല. ദാവീദ് മരിക്കുന്ന സമയത്ത് ശലോമോന് കൊടുത്തത് എന്തായിരുന്നു? മോനെ, അപ്പനിട്ട് ടോർപ്പിഡോ വന്ന ഇന്ന ആൾക്കാരുണ്ട്, നീ അവർക്കിട്ടും നീ മിടുക്കനാണ്, നീ നൈസായിട്ട് എന്ത് ചെയ്തോണം. ഞാൻ ശരിക്കും ആ ഭാഗത്ത് വന്നപ്പോൾ ദാവീദ് എന്ന മനുഷ്യനോടുള്ള എൻ്റെ റെസ്പെക്റ്റ് പോയൊരു മേഖലയായിരുന്നത്. കാരണം ദാവീദ് മരിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? നീ ശിമയെ മറക്കരുത്, അല്ലെങ്കിൽ അപ്പനെ ഇന്ന ചെയ്ത ആളിനെ നീ എന്ത് ചെയ്യരുത്, മറക്കരുത്. നീ മിടുക്കനാന്ന് എനിക്കറിയാം. നീ നമ്മുടെ സിമ്പിൾ നമുക്ക് മനസ്സിലാവും. നീ നൈസായിട്ട് നീ എന്ത് ചെയ്തു? അവരെ കൈകാര്യം ചെയ്തു. അവൻ മിടുക്കൻ, നൈസായിട്ട് ഇവരെല്ലാം എന്ത് ചെയ്തു? ഏറ്റവും അവസാനം തീർന്നപ്പം ടോർപ്പിഡോ വെക്കണമെന്നുള്ള ഉപദേശം കൊടുത്തിട്ട് ആരാ അവസാനിപ്പിക്കുന്നത്? അവസാനം വിശ്വാസവീരന്മാരുടെ പട്ടിക പോലുമില്ല. വിശ്വാസവീരന്മാരുടെ പട്ടിക പോലുമില്ല എന്ന് പറഞ്ഞാൽ അവൻ ടോർപ്പിഡോ വെച്ചു, അവൻ്റെ ലൈഫ് മറ്റൊരു ലെവലിൽ എന്ത് ചെയ്തു? പോയി. പക്ഷേ പൗലോസ് എന്താ അടുത്ത ജനറേഷന് പറഞ്ഞു കൊടുക്കുന്നേ? ക്രിസ്തുവേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. അടുത്ത മണിക്കൂറിനകത്ത് ആ തല ഛേദിക്കപ്പെടുക. നാളെ ഇനി ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോസ്റ്റൽ പോളിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ചരിത്രമായിട്ട് പല ബന്ധമുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഫിക്ഷണൽ കാണുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഈ പൗലോസിനെ കാണാൻ വേണ്ടി തിമോത്തി വരുന്നൊരു കാര്യമുണ്ട്. നീ വരുമ്പോൾ ചർമ്മലിഖിതവും പുതപ്പും എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് പറയുന്നു. അപ്പോൾ ഈ എഴുത്ത് തിമത്തിയോസിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം തിമത്തിയോസ് ഈ ചർമ്മലിഖിതവും പുതപ്പുമായിട്ട് വരുന്നൊരു രംഗം ഞാൻ അതിനകത്ത് കണ്ടു. പക്ഷേ അതിനു മുമ്പ് പൗലോസിന് ഈ എഴുത്തെഴുതി വിട്ടുകഴിഞ്ഞപ്പം അറിവ് കിട്ടി. തൊട്ടപ്പുറത്തെ കൊളോസിയത്തിനകത്ത്, അല്ലെങ്കിൽ ആ റോമൻ കൊളോസിയത്തിനകത്ത് വലിയൊരു ഉത്സവം അടുത്ത ദിവസം നടക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള കൊളോസിയത്തിൻ നാടകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കപ്പെടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ എന്ത് ചെയ്യുന്നത്? കുരുതി കൊടുക്കുന്നത്, കൊല്ലുന്നത്, അവരുടെ തല വെട്ടുന്നത്, ജീവനോടെ പന്തങ്ങളാക്കി കൊല്ലുന്നത്. ഈ കൊളോസിയത്തിൻ്റെ നടുക്കൊക്കെ നിന്നുകൊണ്ട് നാടകശാലയുടെയൊക്കെ മുമ്പിൽ നിർത്തി ഇവരെ തീപ്പന്തങ്ങളാക്കി മുമ്പിൽ നിൽക്കുമ്പോൾ മൃഗങ്ങളോട് മൃഗയുദ്ധം നടത്താൻ ഇവരെ അവിടെ നിർത്തും. ഇവർ വലിയ മൃഗങ്ങളോട് യുദ്ധം നടത്തും. അവരുടെ മുമ്പിൽ എറിഞ്ഞ് ഇവർക്ക് വലിച്ചു കീറപ്പെടുന്നത് കണ്ട് ഈ ജനം ഭ്രാന്തമായിട്ട് അലറി വിളിക്കും. ഇതൊക്കെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് അറിയാം, കുറേ പേരെ അറസ്റ്റ് ചെയ്യും, ഈ ജയിലിലുള്ള കുറേ പേരെ കൊല്ലാൻ നിർത്തും. ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെന്ന് പൗലോസിന് അറിവ് കിട്ടി. എന്ന് പറഞ്ഞാൽ തനിക്കൊരു കാര്യം ഉറപ്പാണ്, അതിനകത്തെ ഒരിര ഞാനാണ്. തിരിച്ച് ഈ തിമത്തിയോസ് വരുന്ന സമയത്ത് തിമത്തിയോസ് കാണുന്നത് ഈ കഴുത്ത് ഇല്ലാത്ത ഈ പൗലോസിൻ്റെ ഉടലാണെന്നാണ് അതിനകത്ത് ഞാൻ കണ്ടത്. എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ എഴുത്തൊക്കെ എഴുതി വിട്ടപ്പം പൗലോസിന് മനസ്സിലായി. കാരണം ഏറ്റവും ലാസ്റ്റ് എഴുത്തിനകത്തും അങ്ങനെ തന്നെ പറഞ്ഞത്, ഞാനോ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. പാനീയയാഗം എന്ന് പറഞ്ഞൊരു യാഗമില്ല കേട്ടോ. അങ്ങനെ ഒരു യാഗമില്ല. അതെന്ന് പറഞ്ഞാൽ ഒരു യാഗം തീരുന്നതിന് സിംബോളിക്കലി കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ പാനീയാഗം എന്ന് പറഞ്ഞാൽ. ഈ ആ വൈൻ ഗ്ലാസ്സിനകത്ത് അവസാനത്തെ കുറച്ച് വൈനും അതിനകത്ത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ആൾട്ടറിൻ്റെ മുകളിലേക്ക് ഒഴിക്കും, നിശബ്ദമായ ആൾട്ടറിൻ്റെ മുകളിലേക്ക് ഒഴിക്കും. ഇത് പോർ ചെയ്യുമ്പോൾ അവിടെ സിംബോളിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ യാഗം ഇവിടം കൊണ്ട് തീർന്നു, യാഗം സ്വർഗത്തിന് പ്രസാദമായി, യാഗം ഇവിടം കൊണ്ട് അവസാനിച്ചു. പുരോഹിതൻ ഇങ്ങനെ പോർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പാനീയാഗം. പൗലോസ് പറഞ്ഞു, എൻ്റെ ജീവിതം എന്ന യാഗം ഇതാ ഇപ്പോൾ അവസാനിക്കുക, പാനീയാഗമാ ഞാൻ ഒഴിക്കപ്പെടുക, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുക. ഈ വാർത്ത കേട്ടു അടുത്ത ദിവസങ്ങളിൽ ഒന്ന് നിര്യാണകാലം വരും. ശരിക്കും ഇതൊരു മനുഷ്യൻ കേൾക്കുന്നതാണ് അവൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത്. നാളെ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അവൻ്റെ അവസാനത്തെ 24 മണിക്കൂർ വല്ലാത്ത 24 മണിക്കൂറായിരിക്കും. നാളെ ഞാൻ ഇന്ന സമയത്ത് ഞാൻ മരിക്കും. നല്ല ആരോഗ്യത്തോടിരിക്കുന്ന കാലത്ത് ഒരു മനുഷ്യൻ അറിയുകയാണ് നാളെ ഇന്ന നേരത്ത്. അതുകൊണ്ടല്ലേ ഹിസ്കിയാവ് എന്തിനാ കരഞ്ഞത്? നീ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിക്കും. മനുഷ്യൻ വെപ്രാളപ്പെടും.
അവൻ ഈ മരണഭീതി അകത്ത് കയറിയാൽ അവനെ കൊല്ലാൻ ഒരിക്കലും ഒരു മനുഷ്യനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. കഥയായിരിക്കും, പാമ്പിനെ കൊത്തിച്ച് കൊല്ലിക്കണമെന്ന് അവന് കൊടുത്ത വിധി. പക്ഷേ ഇവൻ്റെ കണ്ണ് കെട്ടി ഇവനെ ഒരു ഇരുട്ട് മുറിക്കകത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനു മുമ്പ് നിയമമുണ്ട്, ഈ പാമ്പിനെ ഇവനെ കാണിക്കണം, കൊത്തുന്ന പാമ്പിനെ കാണിക്കണം. ഈ പാമ്പിനെ കാണിച്ചു, അത് പത്തി ഉയർത്തിയത് ഇവൻ കണ്ടു. ഈ മുറിക്കകത്തേക്ക് അവനെ കയറ്റിയിരുത്തി, അവൻ്റെ കൈയും കാലും ബന്ധിച്ചു, അവൻ്റെ കണ്ണ് കെട്ടിയതിനപ്പുറത്ത് ഈ മനുഷ്യനോട് അവർ പറഞ്ഞു, പാമ്പിനെ കൊത്തിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ മുള്ളെടുത്ത് അവൻ്റെ കയ്യിലൊരു കുത്തു കൊടുത്തു. ഇവൻ മരിച്ചു. കുത്തിയതെന്താ? പാമ്പല്ല, കുത്തിയത് മുള്ള. പക്ഷേ അവൻ്റെ മനസ്സുകൊണ്ടും അവൻ്റെ ശരീരം കൊണ്ടും അതൊരു പാമ്പാണെന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിനകത്ത് രൂപപ്പെട്ടു. ആള് മരിച്ചെന്ന്. ഞാൻ പറഞ്ഞത്, ഈ മരിക്കുന്നതിന് മുമ്പ് ഒരുവൻ അനുഭവിക്കുന്ന ആ ഒരു തലമെന്ന് പറഞ്ഞാൽ ഭയങ്കര തലമ. എപ്പോഴാണ് ഈ മരണം വരുന്നത് അവൻ്റെ അന്തരം. പക്ഷേ പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഞാനോ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്ത തലമുറയ്ക്ക് മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിട്ടാ താൻ മരിക്കുന്നത്. ഞാൻ പോയാലും എനിക്കപ്പുറത്തൊരു തലമുറ കാണും. ഞാൻ പോയാലും ഒരു ഹിസ്കിയാവിനെ പോലെ ഒന്നും ചരതിച്ചു വെക്കാതല്ല പോയത്. ഞാൻ പോയാലും എനിക്കപ്പുറത്തൊരു തലമുറ കാണും. എനിക്കപ്പുറത്ത് ഈ സുവിശേഷം എടുക്കുന്ന ഒരു കൂട്ടം കാണും. എനിക്കപ്പുറത്ത് സത്യവചനത്തെ പറയുന്ന ഒരു കൂട്ടം കാണും. എൻ്റെ പ്രിയ അമ്മമാരെ, അപ്പന്മാരെ, നമ്മൾ അവശേഷിക്കുന്ന ചില വാതിലുകൾ തുറക്കട്ടെ. അടുത്ത തലമുറയുടെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കട്ടെ. ദൈവകൃപയുടെ ചില വാതിലുകൾ തുറക്കട്ടെ. ദൈവ നിയോഗത്തിന് ചില വാതിലുകൾ തുറക്കട്ടെ. ദൈവശക്തിയുടെ ചില വാതിലുകൾ തുറക്കട്ടെ. ഞാനും എൻ്റെ തലമുറയും അത് ആവോളം ആസ്വദിച്ച് അനുഭവിക്കുന്ന തലങ്ങളിൽ ഒരു വാതിലുകൾ തുറക്കട്ടെ. ഇന്ന് രാത്രി അങ്ങനെ വാതിൽ തുറക്കുന്ന ഒരു രാത്രിയാകട്ടെ. ഒരു വാതിൽ തുറക്കുന്ന രാത്രിയാകട്ടെ. എനിക്കും എൻ്റെ തലമുറയ്ക്കും എൻ്റെ സഭയ്ക്കും വേണ്ടി ആ കൃത്യമായി റൈറ്റ് പാത്തുകൾ ദൈവം ഒരുക്കി തുറക്കുന്ന ഒരു രാത്രിയാകട്ടെ. വാതിൽ തുറക്കുന്ന ദൈവിക ഇടപെടുന്ന രാത്രിയാകട്ടെ. ദൈവ സാന്നിധ്യം ഇടപെടുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവ് ഈ അന്തരീക്ഷത്തിനകത്ത് ചാലിക്കുന്ന ഈ റൈറ്റ് ആംഗിളിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം ഞാൻ പറയാം. വിശ്വാസത്യാഗം സംഭവിക്കും. ഞാൻ നേരിട്ട് കണ്ടൊരു ചർച്ചിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ചർച്ചിൻ്റെ പേര് റിച്ച്മണ്ട് പെൻറ്റക്കോസ്റ്റ് ചർച്ച് എന്ന്. കാനഡയിലെ ഒരറ്റത്തുള്ള വാൻകൂവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ചർച്ചാണ് റിച്ച്മണ്ട് പെൻറ്റക്കോസ്റ്റ് ചർച്ച്. ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ US നടന്ന അസൂസ സ്ട്രീറ്റ് റിവൈവലിന് ശേഷം അവിടെ വെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു മിഷണറി ദൈവ നിയോഗത്തിൽ വന്നൊരു സ്ഥലമാണ് വാൻകൂവർ. അവിടെ വാൻകൂവറിലെ റിച്ച്മണ്ട് എന്ന സ്ഥലത്ത് വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഈ ദേശത്ത് നിന്നെ ഉപയോഗിക്കും. അങ്ങനെ അവൻ അവിടെ വന്ന് ആദ്യമായിട്ടൊരു വീട് തുറക്കുക. ഒരു വീട് വന്ന് വീടിൽ നോക്ക് ചെയ്യുക. ഇവൻ ഈ വീട് നോക്ക് ചെയ്ത സമയത്ത് അവിടെ വാതിൽ തുറന്ന് ഒരു അമ്മച്ചി കരഞ്ഞുകൊണ്ട് വന്ന് വാതിൽ തുറന്നു. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്താ പറഞ്ഞു, ഈ അസൂസ സ്ട്രീറ്റ് റിവൈവലിൻ്റെ വാർത്ത ഇവിടെ എത്തിയ കാലം തൊട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ അവിടുന്ന് ഒരാളെ ഇങ്ങോട്ട് അയക്കണം. അങ്ങനെ ദൈവം നിയോഗിച്ച് കരയുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരാളെ നിയോഗിച്ച് ആ ദേശത്തേക്ക് അയച്ചു. നിങ്ങൾക്കറിയുമ്പോൾ ഭയങ്കര റിവൈവൽ അവിടെ ഉണ്ടായി, ഭയങ്കര ദൈവപ്രവൃത്തി ഉണ്ടായി. ഈ അമ്മയുടെ മുഴുവൻ സ്ഥലവും ഈ ദൈവസഭയ്ക്ക് വേണ്ടി കൊടുത്തു. മുഴുവൻ സ്ഥലവും കൊടുത്തു ദൈവസഭയ്ക്ക് വേണ്ടി. ഞാനത് നേരിട്ട് ആ ചർച്ച് കണ്ട 2-2.5 ഏക്കർ 3 ഏക്കർ സ്ഥലമുണ്ട്. മുഴുവൻ ഈ സഭയ്ക്ക് വേണ്ടി കൊടുത്തു. അവിടെ മനോഹരമായ ആദ്യം ഒരു ചെറിയ ദേവാലയം പണിതു. അത് താങ്ങാൻ കഴിയാത്ത നിലയിൽ വലിയ ജനക്കൂട്ടം അവിടെ കൂടി വന്നു. പിന്നെ രണ്ടാമത് വലിയൊരു ദേവാലയം അവർ പണിതു. ഏതാണ്ട് 2500-3000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു പടുകൂറ്റം ദേവാലയം. ഇതിനുശേഷം പിന്നെയും പുറത്തേക്കാളിരിക്കുന്ന വലിയ ആത്മാവിൻ്റെ മൂവിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ 90s കഴിഞ്ഞപ്പം ഇത് താഴോട്ട് പോയി തുടങ്ങി. 90s കഴിഞ്ഞപ്പോൾ ഇത് താഴേക്ക് പോയി തുടങ്ങി. ഞാനിത് 3 വർഷം മുമ്പേ ആ ദേശത്ത് ഞാൻ ഈ കാഴ്ച കാണുമ്പം ശരിക്കും ആ സഭയിൽ അന്ന് ആകെ ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒരു 60-70 പേര് മാത്രം. 10,000 പേര് കൂടുന്ന 60-70 പേര്. അതിൽ തന്നെ വേദനാജനകമായ കാര്യം, ആ തദ്ദേശീയവാസിയായ ഒരു മനുഷ്യൻ 1-2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ കൊറിയൻസും ചൈനീസ് ആൾക്കാരും മാത്രമാണ് അവിടെ ആരാധിക്കുന്നത്. തദ്ദേശവാസിയായിട്ടുള്ളവരാരും അതിനകത്തില്ല. അന്ന് അവിടെ ഞാൻ പ്രസംഗിച്ചത് എബ്രായ ലേഖനത്തിനകത്ത് നിന്ന് ശരിക്കും മലയാളി കമ്മ്യൂണിറ്റിയും അവിടുത്തെ കമ്മ്യൂണിറ്റിയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നൊരു വർഷിപ്പായിരുന്നത്. ആ വർഷിപ്പിനകത്ത് ഞാൻ പ്രസംഗിച്ചത് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിനകത്ത് നിന്ന് ഒരു മെസ്സേജ് ആയിരുന്നു. ഒരു 5 മുന്നറിയിപ്പാണ് പറഞ്ഞത്. ഒരു പക്ഷേ പലർക്കും മുന്നറിയിപ്പ് അവിടെ ഇഷ്ടമല്ല. പക്ഷേ ദൈവത്തിനോട് പറഞ്ഞു, മുന്നറിയിപ്പ് പറയാൻ പറഞ്ഞു. ഞാൻ ആ ദൂത് അവിടെ പറഞ്ഞു.
പറഞ്ഞു. ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ കണ്ടു. അതിനുശേഷം അവിടുത്തെ ഭയങ്കര എൽഡറായിട്ടൊരു മനുഷ്യൻ, ഏതാണ്ട് 90 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. ഈ മനുഷ്യൻ വന്ന് അദ്ദേഹം എന്നെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞൊരു പദം അന്നു മുതൽ എൻ്റെ ചെവിക്കകത്ത് ഭയങ്കരമായിട്ട് മുഴങ്ങി ഇന്നും ഒരു മുന്നറിയിപ്പായിട്ട് ഞാൻ കാണുന്നതാണ്. അദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട്, ഫോർ ദ ലാസ്റ്റ് 15 years വി നെവർ ഹാഡ് എ വാർണിംഗ് ഇൻ അവർ ചർച്ച്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞങ്ങളുടെ സഭയിൽ ഞങ്ങളൊരു വാർണിംഗ് കേട്ടിട്ടില്ലെന്ന്. അടുത്തത്, ഫോർ ദ ലാസ്റ്റ് 15 years വി നെവർ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ അവർ ചർച്ച്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളും കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടേ ഇല്ല. സംഭവിച്ചത് 3000-ലധികം പേർ കൂടിയിടത്തുനിന്ന് കേവലം സാധാരണത്വത്തിലേക്ക് വന്നതിൻ്റെ പിൻപിലെ കാര്യം, വാണിംഗ് അവിടെ മുഴങ്ങിയില്ല, മുന്നറിയിപ്പ് മുടങ്ങിയില്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടന്നില്ല. എന്തിനാ ഞാൻ ഇന്ന് രാത്രി ഇവിടെ പറഞ്ഞതെന്നറിയുമോ? അടുത്ത തലമുറ തുറന്നു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തുറന്നു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സംഭവിക്കുന്നില്ലെങ്കിൽ, ആത്മാവിൻ്റെ ഇടപെടൽ സംഭവിക്കുന്നില്ലെങ്കിൽ, അടുത്തൊരു തലമുറയ്ക്ക് തുറക്കേണ്ട വാതിലുകൾ നമുക്ക് തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഡേഞ്ചർ നമ്മുടെ മുമ്പിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ജനം പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളെ ആത്മാവിലൊന്ന് കണക്ട് ചെയ്യണേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ഒന്ന് കണക്ട് ചെയ്യണമേ, ദൈവശക്തിയാ ഞങ്ങളെ ഒന്ന് കണക്ട് ചെയ്യണമേ, ആഴത്തിലുള്ള ദൈവപ്രവൃത്തികൾ ഞങ്ങളിൽ വെളിപ്പെടുത്തണമെന്ന് ഇന്ന് രാത്രി കൊതിയോടെ എത്ര പേർക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? ആഴത്തിലുള്ള ദൈവപ്രവൃത്തികൾ ഞങ്ങളിൽ തുടങ്ങണേ. ഇന്ന് രാത്രി അങ്ങനെ കൊതിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവേ, അടുത്ത തലമുറയുടെ മുമ്പ് ചിലത് തുറന്നു കൊടുക്കാൻ, ദൈവകൃപയുടെ വാതിൽ തുറന്നു കൊടുക്കാൻ, ദൈവകൃപയുടെ വാതിൽ തുറന്നു കൊടുക്കാൻ, ദൈവ ഇഷ്ടത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ. ആർബന ശനാഥല റബൽ പ്രഭാരഗദന ഹടകശ്വനാഥന പ്രഭാരിയ ലൈംധന ശാന്തൽ പ്രബന്ധരാധന പ്രബന്ധരാദിയ ലഗദന ജന പ്രബന്ധര റബല ഹടകധന പ്രബന്ധര സിയാദ. ഒരു തലമുറ കണക്ട് ആകട്ടെ, ഒരു തലമുറ കണക്ട് ആകട്ടെ. ആത്മാവിൽ ഞാനും നാമും ഒരുമിച്ച് കണക്ട് ആകുന്ന ഒരു ദൈവിക അനുഭവങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനാൽ ഒന്നിച്ച് കണക്ട് ആകുന്ന, പരിശുദ്ധാത്മാവിനാൽ ഒന്നിച്ച് കണക്ട് ആകുന്ന പരിശുദ്ധാത്മാവ് നമ്മെ കണക്ട് ചെയ്യട്ടെ, പരിശുദ്ധാത്മാവ് നമ്മെ കണക്ട് ചെയ്യട്ടെ, ദൈവ ഇഷ്ടം നമ്മളെ കണക്ട് ചെയ്യട്ടെ, ദൈവിക പദ്ധതികൾ നമ്മെ കണക്ട് ചെയ്യട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഈ തകർച്ചയുടെ എല്ലാം നടുവിൽ ഹോപ്പ്ഫുൾ ആയിട്ടൊരു വാക്കുണ്ട്. അത് സർദീസിന് ദൂത് എഴുതിയപ്പോഴും കർത്താവ് പറഞ്ഞതാ, ഉടുപ്പ് മലിനമാകാത്ത ചിലർ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഒരു കൂട്ടമുണ്ട്. ഞാൻ ഈ സാരിയുടെ നടുവിലും ഞാൻ വളരെ വളരെ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. ഈ തലമുറയ്ക്കൊക്കെ ദൈവം തട്ടി എഴുന്നേൽപ്പിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട്, നല്ലൊരു വൈബ്രൻ്റ് കൂട്ടം ഇപ്പോഴും ഉണ്ട്. ദൈവ സാന്നിധ്യത്തെ ആഴത്തിൽ കൊതിക്കുന്നവരുണ്ട് കേട്ടോ. ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ റീലേ നമ്മൾ കണ്ടുള്ളൂ, പക്ഷേ ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ പ്രെയർ മൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ പ്രെയർ മൂവ്മെൻറ്റിൽ പങ്കെടുക്കുന്ന കുറേ കുഞ്ഞുങ്ങളുടെ, തീ പോലത്തെ കുഞ്ഞുങ്ങളുടെ ഒരു മീറ്റിങ്ങിനകത്ത് പോയതാണ്. ശരിക്കും അവരുടെയൊക്കെ ആ ഒരു ദൈവ സാന്നിധ്യത്തിൽ അവർ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കണ്ടപ്പോൾ നമ്മളൊന്നും അല്ലാതായിപ്പോയി. തീ പോലത്തെ കുഞ്ഞുങ്ങൾ അവർ മുഴുവൻ കണക്ട് ചെയ്ത്, പല ദേശത്തു നിന്ന്, പല സമൂഹത്തിൽ നിന്ന്, പല രാജ്യത്തിൽ നിന്ന് അവർ ഇൻസ്റ്റാഗ്രാം എന്ന മീഡിയ മുഖാന്തരം ഇവർ കണക്ട് ആയത്. പക്ഷേ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ ഒരുമിച്ചുള്ള കൂട്ടങ്ങൾ, ഭയങ്കര ദൈവ സാന്നിധ്യമുള്ള കൂട്ടങ്ങൾ. ഞാൻ അതൊക്കെ കണ്ടപ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞു. തമ്പുരാൻ കണക്ട് ചെയ്യുന്നുണ്ട് ഒരു കൂട്ടത്തെ. പല ഭാഗത്തുണ്ട്, പല രാജ്യത്തുണ്ട്. ഓരോ റെമനൻറ്റുകൾ ദൈവത്തിനുണ്ട്, ഒരു ചെറിയ കൂട്ടങ്ങൾ ദൈവത്തിനുണ്ട്. കൊതിയോടെ കർത്തൃ സാന്നിധ്യത്തെ കാത്തിരിക്കുന്ന, ആത്മാവിന് വില കൊടുക്കുന്ന, ഹൃദയം നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിന് കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ദൈവാത്മാവ് ചലിക്കും, അവർക്ക് വേണ്ടി ദൈവപ്രഭത്തെ വെളിപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ആ കൂട്ടത്തോടൊപ്പം ഈ ഉടുപ്പ് മലിനമാകാത്ത ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് കണക്ട് ചെയ്യുന്ന, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുന്ന, പ്രവർത്തികളുടെ പൂർണ്ണതയുള്ള ഒരു തലമുറയെ ഞങ്ങളുടെ ഇടയിൽ ദൈവമേ എഴുന്നേൽപ്പിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ചേ, അമ്മമാരൊന്ന് പ്രാർത്ഥിച്ചേ, അപ്പന്മാരൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന നിമിഷങ്ങളായി മാറട്ടെ. പരിശുദ്ധാത്മാവ് ഈ അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്ന ഒരു നിമിഷങ്ങളായി മാറട്ടെ. ആഴത്തിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന അസാധാരണമായ ഒരു ഇടപെടലിന്റെ നിമിഷങ്ങളായി മാറട്ടെ. രാഗലാധന പ്രപഞ്ചരം ശമനാധര പ്രഭാരിയ ഈ രാത്രി ഒരു ആത്മാവിന്റെ മൂവ് നമ്മുടെ മേൽ മാത്രമല്ല, നമ്മുടെ തലമുറകളുടെ മേലും, നമ്മുടെ മേൽ മാത്രമല്ല, നമ്മുടെ അടുത്തൊരു ജനറേഷന്റെ മേലും.
വാതിൽ തുറക്കാൻ, വാതിൽ തുറക്കാൻ, ആത്മാവിൽ ചില വാതിലുകൾ തുറക്കാൻ, ആത്മാവിൽ ചില വാതിലുകൾ തുറക്കാൻ ദൈവം നമുക്ക് നിയോഗം തന്നിട്ടുണ്ട്. ആത്മാവിൽ ചില വാതിൽ തുറക്കാൻ. പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ലഭിക്കപ്പെട്ട ദൈവകൃപ ജ്വലിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഒന്നിച്ച് പ്രാർത്ഥിച്ചോ. ചില വാതിലുകൾ തുറക്കുന്ന, ആത്മാവിൽ കണക്ട് ചെയ്യുന്ന ജനം ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തെ ഒന്നുകൂടെ തിരിച്ചറിയുന്ന, ഒന്നും കൂടെ ആത്മാവിനെ റിവൈവ് ആകുന്ന. ആർഗദന രാജല സതൽ പ്രഭാരിയാധര ലബദന ജനദന രഗദന സരഥലധന പ്രഭാരിയ ആർബല ജാനധന ധന രബഥില സിഗഥല പ്രഭാരിയ റബലബല ധരദല റബലബല ഹടഗദല. ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി ജനത്തിനു വേണ്ടി ഇടപെടണമേ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ജനത്തെ റിവൈവ് ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ജനത്തെ റിവൈവ് ചെയ്യണമേ. ഇന്ന് രാത്രി ജനത്തെ റീസ്റ്റോർ ചെയ്യണമേ. ഞങ്ങളെ ഇന്ന് രാത്രി അങ്ങ് റെസ്റ്റോർ ചെയ്യണമേ. ദൈവഹിതത്തിനകത്തേക്ക് ഞങ്ങളെ റെസ്റ്റോർ ചെയ്തുകൊണ്ട് വരണമേ. ദൈവ ഇഷ്ടത്തിനകത്തേക്ക് ഞങ്ങളെ ഒന്ന് റെസ്റ്റോർ ചെയ്യണമേ. We need a restoration, my Lord. We need a restoration. Rabala thala ragadala hadagadana ramana hadagadala vadagasparadhana ആർബദിനിയാജല റബൽ ഖനാധന ശരധനദിയ ലദര ജലധന റിഗധനദിയ. ഇതൊരു മൂവിന്റെ നിമിഷമായി മാറട്ടെ. ഇതൊരു ആത്മാവിന്റെ മൂവിന്റെ നിമിഷമായി മാറട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിനെ കണക്ട് ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിനെ കണക്ട് ചെയ്യുന്ന, ആത്മാവിൽ നമ്മൾ ഒരുമിച്ച്, ആത്മാവിൽ നമ്മൾ ഒരുമിച്ച് ഒന്ന് റെസ്റ്റോർ ആകുന്ന. ലദര ജല റബല ഹഡഗദല ഹദല പ്രബന്ധനദിയ ദീപര പ്രഭൗഷമന ഹഡഗദൽ ഖനാരിയദല ശംഭ പ്രഭാരിയ. ഓ, ഇത് വാതിൽ തുറക്കേണ്ട സമയ, വാതിൽ തുറക്കേണ്ട സമയ. ഞാൻ ആത്മാവ് പറയുന്നു, ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ കാണത്തില്ല. നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം, പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പ്രിയ മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങൾ വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെടുക്കാൻ നിൽക്കുക, പ്രാർത്ഥിക്കാൻ പോവാം. ലാശാധന രകസ്മിയാധന നമ്മൾ ഒരുമിച്ച് ദൈവസ്ഥാനത്തിന് മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പനാകട്ടെ അമ്മയാകട്ടെ ധൈര്യത്തോടെ വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം നിൽക്കുക. അവരെ വിളിച്ച് മാറ്റി നിർത്തിക്കോ, ധൈര്യത്തോടെ മാറ്റി നിർത്തി. ആത്മാവിലൊന്ന് ഹഗ് ചെയ്തോ, ഒന്ന് ഹഗ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വന്ന് ഒന്ന് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, അല്ല മാതാപിതാക്കൾ ഇവിടെ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ, ബാക്കിയുള്ള എൽഡേഴ്സ് പ്ലീസ് നിങ്ങൾ മുമ്പോട്ട് വന്ന് ആ കുഞ്ഞുങ്ങളെ ഒന്ന് ആത്മാവിൽ തൊട്. ആ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് തൊട്. അവരുടെ മാതാപിതാക്കൾ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന് ആ കുഞ്ഞുങ്ങളുടെ മേലൊന്ന് തൊട്. ആ ആത്മാവിൽ അവരെ ഒന്ന് ഒരുമിച്ച് ഹഗ് ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരം അവരെ തൊടട്ടെ, ദൈവത്തിൻ്റെ കരം തൊടട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറും ഒരു നിമിഷമാകരുത്, ഇതൊരു ഇമ്പാർട്ടേഷൻ നിമിഷമായി മാറണം, ഒരു ദൈവിക ഇമ്പാർട്ടേഷൻ നിമിഷമായി മാറണം. റാം സധന ഖനഘടകസ്മിയാധന ആർബലാധന പ്രഭാരിയ. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും അവരെ വന്ന ആത്മാവിൽ നിങ്ങൾ തൊട. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്യുന്നത് അവരുടെ ലൈഫിന് മേൽ ബ്ലെസ്സിംഗ് ആയി മാറുക. ആത്മാവിൽ ചിലതൊക്കെ കണക്ട് ചെയ്യുക, ആത്മാവിൽ ചില മേഖലകൾ കണക്ട് ചെയ്യപ്പെടുക, ആത്മാവിൽ ചിലത് തുറക്കപ്പെടുക, ആത്മാവിൽ ചിലത് തുറക്കപ്പെടുക. തുറക്കാനും അഴിക്കാനും അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. തുറക്കാനും അഴിക്കാനും അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ചില വാതിലുകൾ തുറക്കുന്ന നിമിഷമാ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ദൈവകൃപ ലഭിക്കപ്പെട്ടവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ചിലതൊക്കെ തുറക്കപ്പെടുക. അസാധാരണമായ ഒരു ആത്മപകർച്ച ഇന്ന് രാത്രി സംഭവിക്കട്ടെ. നിങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അതൊരു വിടുതലായി വ്യാപരിക്കും. അവരിൽ ആത്മസ്പർശനമായി വ്യാപരിക്കും. അവർ പോലും അറിയാതെ അവരുടെ അന്തരാത്മാവിനകത്ത് അതൊരു ദൈവിക വിടുതലായി വ്യാപരിക്കും. പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ദൈവകൃപയ്ക്കകത്ത് പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ദൈവകൃപയ്ക്കകത്ത് പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആത്മീക അധികാരത്തിനകത്ത് പ്രാർത്ഥിച്ചോ. തലമുറകളുടെ മേൽ ഒരു വാതിൽ തുറക്കുന്ന നിമിഷമാ ഇത്. തലമുറകളുടെ മേൽ ഒരു വാതിൽ തുറക്കുന്ന നിമിഷമാ ഇത്. തലമുറകളുടെ മേൽ ഒരു വാതിൽ തുറക്കുന്ന നിമിഷമാ. ദൈവസഭ ഒന്നിച്ച് നിങ്ങളുടെ മക്കൾ എത്ര ദൂരത്താകട്ടെ കേട്ടോ, നിങ്ങളുടെ മക്കൾ എത്ര ദൂരത്താകട്ടെ, ഇവിടെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ തുറന്നു വരിക, ചിലതൊക്കെ ആത്മാവിൽ തുറന്നു വരിക. അവരുടെ മുൻപിൽ മേൽ, അവരുടെ ഭാവിയുടെ മേൽ ചിലതൊക്കെ തുറന്നു വരുന്ന ആദരജന രഗദന ഹഡഗദന രമന ഹദല പ്രപഞ്ചര ഫരാരിയ ആസ്ബദന രഗൽഖന റബല ഗഡഗദന റബലാദര ശര പ്രപഞ്ചരാദഗലഗഡഗദ. ഓ അഭിഷേകത്തോടെ എഴുന്നേൽക്ക ഒരു തലമുറ. ഓ ഞങ്ങൾ കീഴടക്കൂ
ദേശങ്ങൾ പിടിച്ചാട്. ഓ യെസ്, രാജ്യങ്ങൾ പിടിച്ചടക്കുന്ന ഒരു തലമുറ, ആത്മാവിൽ കണക്ട് ചെയ്യുന്ന ഒരു തലമുറ. ശാന ധാന 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 ധാന. അഭിഷേകത്തോടെ രഗന 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 ദിഗാര വിവര രാംശകരാം ഫല രാംശബരാം ഫല രൗഡബരാദന രേവല ഹന്തന രൗഷബരാദന രഗദന 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 രബരഗരാം ഫല രഗന 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 വിവര രഗന വിവര രഗന 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 രബന വിവര വൗഷബരാം ഫല രൗഡബരാദന. യെസ്, ഒരു തലമുറ. ഓ യേശുവിന്റെ രക്തത്തിന്റെ പൈതനെ മുറിയിടുന്നു. ആത്മാവിനെ പ്രശംസനകത്തുള്ള രാഗ ധാന ധാന ശര ധാന 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 ധേര 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 ധാന 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 ശബാന ധാന ധാന ദേവ ധേര 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 ദേവ ശേര ധേര 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 അടക ധഗന രഗന ധഗന രഗന രഗദ രഗന രബന രഗന 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 രഗദ രഗദ രഗന 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 രഗദ രബന ശേര ധേര വരാന്ധന വൈഷമരാധന രൗഡ വരാന്ധന ഭീവര വന്ധന ബൗഡ വരാന്ധന ഭേവര രൗഡ വരാധന ഭീവര വംശവരാന്ധന ബൗഡ വരാന്ധന വൈഷമരാധന ഭീവര വന്ധന വംശവരാന്ധന ബൗഡ വരാന്ധന വൈഡവ രഗദരാംശമരാധി വരാധന രൗഡ വരാന്ധന. Oh, hallelujah. ആത്മനിയോഗമുള്ള തലമുറ എഴുന്നേൽക്കുന്ന, ദേശങ്ങൾ പിടിച്ചടക്കുന്ന, ഇരുട്ടിനെ ജയിക്കുന്ന, പാപശക്തികളെ ജയിക്കുന്ന, ദുരാത്മ മണ്ഡലങ്ങളെ ജയിക്കുന്ന. ഇരുട്ടിന്റെ പദ്ധതികൾ അഴിയട്ട, ഇരുട്ടിന്റെ പദ്ധതികൾ അഴിയട്ട, വെല്ലുവിളിക്കുന്ന ആധിപത്യങ്ങൾ തകരട്ട, ദുരാത്മ മണ്ഡലങ്ങൾ അഴിയട്ട. വിശ്വസിച്ച് ജനം പ്രാർത്ഥിച്ചോ. ചിലതൊക്കെ ആത്മാവിൽ റിലീസ് ആകുന്ന, ദൈവമഹത്വങ്ങൾ വെളിപ്പെടുന്ന, ആത്മാവിൽ ചിലതൊക്കെ തുറന്നു വരുന്ന അമ്മമാർ അപ്പന്മാർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചില തുറവികൾ ഇന്ന് രാത്രി ആത്മാവ് ചെയ്യുക. നിങ്ങളുടെ അകത്ത് ലഭിക്കപ്പെട്ട ആത്മാവിന്റെ നിയോഗത്തെ പ്രാർത്ഥിച്ചു. ലോകത്തിന്റെ ഏത് കോണിലാണേലും, ഏത് സ്റ്റേറ്റിലാണേലും, ഏത് സ്ഥലത്താണേലും ഈ നിമിഷം പരിശുദ്ധാത്മാവ് ഒരു ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരമിറങ്ങട്ടെ, ദൈവത്തിന്റെ കരമിറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് തോന്നുന്ന Pera, 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 shara, kana, pera, 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 arka, pera, shere, pere, pere, charikata, പരിശുദ്ധാത്മാവിന്റെ ജനത്തിന്റെ ചാരികത, ഈ തലമുറകളുടെ ദൈവത്തിന്റെ ചാരികത, ദുഷ്ട ബന്ധനങ്ങൾ തകരട്ടെ, അധികാരങ്ങൾ തകരട്ടെ. വാഴ്ചകൾ അധികാരങ്ങളെ ആയുധവർഗം ഏൽപ്പിച്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യെസ് ധേര 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 വീവര വംശന വംശവരംഭന വൈഡവരാധന വീവര വംശവരംഭന വംശവരാധന വീവര വംശന വൗഡവരംഭന വംശവരാധന വീവര വംശന വൗഡവരംഭന വംശവരംഭന വീവര വംശവരംഭന വംശന വൗഡവരംഭന Shere, pere, pere, pere. Viva Thana, 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 Thana. Pera, 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 pera.
ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു. ലഭിച്ച ദൈവകൃപയിൽ പ്രാർത്ഥിച്ചു. ചിലതൊക്കെ കൈമാറട്ടെ കേട്ടോ. അമ്മമാരെ ചിലതൊക്കെ കൈമാറട്ടെ. അപ്പന്മാരെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലമുറയിലേക്ക്, ഈ ദൈവസഭയിലേക്ക് ആഴമായ നിയോഗമുള്ള ചിലതിനെ ദൈവ കൃപാവരങ്ങളോടെ പരിശുദ്ധാത്മാവിന്റെ ആകപടിയോടെ ചിലതിനെ പൂരത്തെടുക്കട്ടെ. Pera, 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 pera. Pera, 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 pera. Pera, 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 pera. Pera, 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 pera. Adagadantara vaidavare, rivanavaramthava rekshase, antavaramthara vaidavara, adagadantara vaidava, vivanavaramthara vaidavaramtha. Viva shara, thara, thara. Anta pere, 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 pere. Pere, 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 pere. Devanamamthara vaidava, devanamamthavaramthava, arpadadamthara vaidava, arpadadamthara vaidava. Pera, 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 pera. Labra thana, labra thana, labra thana, labra thana. Labadana Hadagadana Ramana Hadagadana Masuya Ladana Dana Rama Hadagadana Ramasuya Thana
ലഗദന ജനപ്രബന്ധനാദിയാന പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഇന്ന് രാത്രി അങ്ങയുടെ ആഴത്തുള്ള ഇടപെടലുകൾ വരണ്ടു പോയ ശരീരങ്ങളിൽ വരണ്ടു പോയ ആത്മീക അവസ്ഥകളമേ ക്ഷീണിച്ചു പോയ ആത്മീക അവസ്ഥകളമേ ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ തിരിച്ചു വിളിക്കുന്ന ചിലതിനെ റെസ്റ്റോർ ചെയ്യുന്ന ചിലതിനെ മടക്കി വിളിക്കുന്ന a day of restoration, a day of restoration, a day of restoration by Holy Spirit. A day of restoration by Holy Spirit. Raila dala dala rabala hada gadala rabala hada gadala arbale yadala shamana hada gadala prabantaradia. Oh shara dala dala rabala hada gadala ragaspia. Oh rababa kala dala ramasadaria dala Raila dala gada gadali liberia dala Raili liberiandala dala prabandara Raili liberiandala prabandara deria arbaliandala shara prabandara dia. ഒരു സാഹചര്യമല്ല പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിയന്ത്രിക്കുന്നത്. ഇവിടെ കൃത്രിമമായ ഓരോ അനുഭവമല്ല നിയന്ത്രിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇവിടെ അന്തരീക്ഷങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇവിടെ മൂടി ഇറങ്ങി നിൽക്കുന്ന ഒരു അസാധാരണമായ ദൈവസാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ഒരു അസാധാരണമായ ഒരു ദൈവസാന്നിധ്യമുണ്ട്. ചില മേഖലകളെ പിടിച്ചടക്കാൻ പാകത്തിലുള്ള ഒരു ദൈവസാന്നിധ്യം, ചില വാതിലുകൾ തുറക്കുന്ന ദൈവസാന്നിധ്യം, അടുത്ത തലമുറയുടെ മുമ്പിൽ ദൈവകൃപയുടെ വാതിൽ തുറക്കുന്ന ദൈവസഭ, അങ്ങനെ ഒന്നുകൂടെ വാതിൽ തുറക്കുന്ന ദൈവ നിയോഗത്തിന്റെ അസാധാരണമായ നിമിഷമായത്. ഇത് പരിശുദ്ധാത്മാവ് ചാലിക്കുന്ന നിമിഷമാ. ഇത് കുടുംബങ്ങളുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങി ചാലിക്കുന്ന നിമിഷമാ. ദൈവസഭയുടെ ഹിസ്റ്ററിയുടെ മേൽ അടഗദല റബല ഹടഗദൽ പ്രപഞ്ചരാദിയ ആർബലിയാതലി ശമ റബ ഖമാനിയദല La da 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 la raba la hada ga da la raba siya thala Raila da raba shabda da jala prabaria da da Raila ba da hada ga da la prabandara prabandara dia La da da shada la da da prabandara Ora baba baka siya thala mana da da ga siya ആ ദൈവസാന്നിധ്യത്തിന് കൊതിച്ചെന്ന് രാത്രി ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. അടുത്തടുത്ത് നിൽക്കുന്നവർ കഴിയുമെങ്കിൽ കൈയൊന്ന് കോർത്ത് പിടിച്ചോ. അല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അടുത്താണെങ്കിൽ അവരുടെ തലയിലോട്ടൊക്കെ കൈവച്ചോ, ഒന്നും കുഴപ്പമില്ല. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഈ രാത്രി ഒരു ഡെലിവറൻസ് ആകട്ടെ. ദൈവസഭയുടെ ഒരു ന്യൂ ചാപ്റ്റർ ഈ ദിവസങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം എഴുതുന്ന ചില പുതിയ അധ്യായങ്ങൾ, ദൈവം എഴുതുന്ന ഒരു ചെറിയ പുതിയ അധ്യായങ്ങൾ, a new chapter. ദൈവസഭയ്ക്ക് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. a new chapter. ദൈവാത്മാവിന്റെ റെസ്റ്റോറേഷന്റെ ഒരു പുതിയ അധ്യായം. ദൈവാത്മാവിന്റെ റെസ്റ്റോറേഷന്റെ ഒരു പുതിയ അധ്യായം. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് നൽകുന്ന ആത്മീക നിയോഗത്താലും അധികാരത്താലും വാഴ്ചകടമേൽ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച യേശുവിന്റെ നാമത്തിൽ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച തുറക്കാനും അടയ്ക്കാനുമുള്ള അധികാരം ഒരുമിച്ച് ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ തലമുറയും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഹോളിനകത്തുള്ളതും വളരെ വിദൂരങ്ങളിലുള്ളതുമായ സകല തലമുറകളെയും അവരുടെ മാതാപിതാക്കൾ, അവരുടെ ആത്മീക സഹോദരങ്ങൾ ഒന്നിച്ചിന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ചില ആത്മീക തികവിന്റെ തുറവുകൾ സംഭവിക്കട്ടെ. ചില ദൈവപ്രവൃത്തിയുടെ തിരിവുകൾ സംഭവിക്കട്ടെ. ഒരു പുതിയ ചാപ്റ്ററിലേക്ക് ഈ ദൈവസഭ കാലുവെക്കട്ടെ. ആത്മാവിൽ അങ്ങനെ ഞങ്ങളുടെ വാക്കും വചനവും ചൊല്ലി അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. പണ്ടത്തതിനെ ഓർക്കണ്ട, പഴയതുള്ളത് നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജനദേശത്തും നീരുറവകളും പൊട്ടിപ്പുറപ്പെടും. അങ്ങയുടെ വചനം ഈ ജനത്തെ നോക്കി ആത്മാവിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് ദൂത് കൈമാറി പ്രാർത്ഥിക്കുന്നു. ചില ഉറവകളുടെ ദിവസങ്ങളായി മാറട്ടെ.
നിർജ്ജനദേശത്തും നീരുറവകളുടെ നിമിഷങ്ങളായി മാറട്ടെ. ആത്മാവിൽ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇവിടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. ഇവിടെയും പുറത്തുമായുള്ള എല്ലാ തലമുറകളെയും അനുഗ്രഹിക്കുന്നു. ഇവിടെയുള്ള യാതൊരു പൈശാചിക മേഖലകളും അവരെ കാണരുത്. അങ്ങയുടെ വചനവും അങ്ങയുടെ ആത്മാവും ചൊല്ലി ഞങ്ങൾ അവരെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ശേഷം അവർ ബാറ്റൺ ഏറ്റെടുക്കണം. അതിന് റൈറ്റ് വാതിൽ തുറക്കാൻ ഞങ്ങൾ സഹായിക്കണം. ദൈവസഭയെ അങ്ങനെ അനുഗ്രഹിക്കുന്നു. അഭിഷക്തന്മാരെ കുടുംബത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരെല്ലാം മാനിക്കപ്പെടട്ടെ. ദിവ്യകൃപകൾ ധാരാളം പ്രദാനം ചെയ്യണം. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ. ധൈര്യത്തിൽ കണക്ട് ചെയ്യാം. ചില വാതിൽ തുറക്കാം. സ്വർഗ്ഗം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ പ്രവർത്തിക്കും. സ്നേഹമാം ദൈവമേ